ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചാണ് ഈ ദിവസങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ വിശ്വാസ ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം സമം വിശ്വാസ ജീവിതം. വിശ്വാസത്താലാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്ന് ഉറപ്പായിട്ട് പറയാനായിട്ട് കഴിയുന്നത്ര എൻ്റെ എല്ലാ കാര്യങ്ങളും വിശ്വാസത്താലാണ് നടത്തുന്നത്. എനിക്ക് എന്താവശ്യങ്ങൾ വന്നാലും കർത്താവിനോട് വിശ്വാസത്താൽ പറഞ്ഞാണ് ഞാൻ ജീവിക്കുന്നത്. അങ്ങനെ പറയാനായിട്ട് നമുക്ക് കഴിഞ്ഞെങ്കിലേ നമ്മൾ ക്രിസ്ത്യ ജീവിതം നയിക്കുന്നത് പറയാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ പിന്നെ സാധിക്കില്ല. ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നു എന്നൊക്കെ പറയാമെന്നല്ലാതെ എൻ്റെ ജീവിതത്തെ ഒരു ക്രിസ്ത്യ ജീവിതം എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ദൈവം നമുക്ക് തന്നിട്ടുള്ളതായിരിക്കുന്ന എല്ലാ വാഗ്ദത്തങ്ങളും അത് മുഖവിലേക്ക് തന്നെ എടുത്ത് ഞാൻ ജീവിക്കുന്നു എന്ന് പറയാനായിട്ട് സാധിക്കും. കാണാത്ത കാര്യങ്ങളും നിശ്ചയമാണെന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മളൊന്നും കണ്ടിട്ടില്ല. അത് നമുക്ക് നിശ്ചയമാണ്, വളരെ നിശ്ചയമാണ്, ഭയങ്കര ഉറപ്പായിട്ടാണ് പറയുന്നത്. അതാ വിശ്വാസം എന്ന് പറയുന്നത്. അതിനെതിരെയൊക്കെ തെളിവുകളൊക്കെ എന്ത് തെളിവുകൾ ആളുകൾ കൊണ്ടുവരുന്നറിയാം. ഒരുപാട് തെളിവുകൾ കൊണ്ടുവരും. നമ്മളത് നോക്കി ചിരിച്ചിട്ട് പറയും ബട്ട് ബിലീവ്. അവർ പറയും നിങ്ങൾക്ക് ഭോഷന്മാരാന്ന്. ചിന്തിക്കാൻ ആഗ്രഹിക്കാത്ത ആളുകളായി എന്ന് പറഞ്ഞാലും വിശ്വസിക്കുന്നു. എളുപ്പമാണ്. കോപ്പ് ഔട്ടാന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമുക്ക് ഉത്തരവില്ലാതെ കൊണ്ടുമ്പോൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല കേട്ടോ. ഫാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം, ആശിക്കുന്നതിന് ഉറപ്പ്. ദൈവം നമുക്ക് വേണ്ടി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആശിക്കുന്നുണ്ട്. അതൊക്കെ വളരെ ഉറപ്പായിട്ട് തന്നെയാണ് അങ്ങനെ തന്നെ സംഭവിക്കും. കാണാത്ത കാര്യങ്ങൾ, ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ഏറിയ പങ്ക് 99% നമ്മൾ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളെ കുറിച്ചാണ്. അതേക്കുറിച്ചൊന്നും യാതൊരു സംശയമില്ല. അങ്ങനെ നടക്കുമോ? അതൊക്കെ വെറുതെ പറഞ്ഞത്, അത് നടക്കാൻ പോകുന്നില്ല. അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണ്, എന്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തന്റെ മഹത്വത്തിന്റെ സ്ഥാനത്തിലൊന്നും തീർത്തു വരും. ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പൊ നാളെ ഒരു 50,000 രൂപ രാവിലെ വേണം. നിങ്ങൾ എന്ത് ചെയ്യും? ഇന്ന് രാത്രി മുഴുവൻ മുട്ടുമ്പോൾ നിന്ന് പ്രാർത്ഥിച്ച് രാവിലെ കർത്താവിന്റെ കയ്യിൽ നിന്ന് വാങ്ങുമോ? അതോ നിങ്ങൾ നാളെ ഉള്ള സ്വർണ്ണം എടുത്തുകൊണ്ട് മുത്തൂറ്റ് ബാങ്കിലേക്ക് പോയി വെച്ചിട്ട് കാശുണ്ടാക്കുമോ? അല്ലെങ്കിൽ നിങ്ങൾ പോയി വസ്തുവിന്റെ ആധാരം വെച്ചിട്ട് ലോൺ എടുക്കും? പ്രായോഗികമായിട്ട് വരുമ്പോൾ വിശ്വാസമൊന്നുമില്ല. നമുക്ക് വിശ്വാസമുള്ള മുത്തൂറ്റ് ബാങ്കിലും നമ്മുടെ ഈ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥിതിയിലും ഒക്കെയാണ്. ദൈവത്തിലുള്ള വിശ്വാസം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയൊക്കെ ദൈവം ചെയ്തു, അതൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നു, താങ്ക്സ്, കൂടുതലൊന്നും ട്രബിൾ ചെയ്തെന്ന് നമ്മൾ പറയുന്നത്. ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടോ, വെറുതെ ശല്യം ചെയ്യായിരിക്കും. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിൽ നമ്മൾ പോകുന്നത്, അല്ലാതെ അതിനപ്പുറത്തൊന്നുമില്ല. എല്ലാവരും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കേ അറിയില്ല. ഞാൻ വിശ്വാസം ജീവിക്കുന്ന ഒരു മനുഷ്യനുള്ള കാര്യം പറയും. ഈ വർഷങ്ങളെല്ലാം ജീവിച്ചെങ്ങനെ വിശ്വാസത്തിലാണ്. ഞാൻ ഒരിക്കലും പണം ബാങ്കിലിട്ട് ജീവിക്കുന്ന ഒരാളല്ല. പക്ഷേ എന്നെ പറ്റി എല്ലാവരും ചിന്തിക്കുന്ന കാശുകാരൻ ധനവാനുമാണെന്ന്. എനിക്കത് വലിയ സന്തോഷമാണ്. കാരണം ഈ കാശില്ലേലും അങ്ങനെ ചിന്തിച്ചോണ്ട് അങ്ങനെ ജീവിക്കാൻ സാധിക്കുന്ന എങ്ങനെയാന്ന് ചോദിച്ചാൽ വിശ്വാസമുള്ള ജീവിതം കൊണ്ടാണ്. ഞാൻ ആശ വെച്ചിരിക്കുന്ന വ്യക്തി ഭയങ്കര ധനവാനാണ്, എൻ്റെ ദൈവം. യാതൊരു കുറവുമില്ല. എനിക്കിപ്പോൾ 10 കോടി വേണമെങ്കിൽ 10 കോടി തരാൻ തൻ്റെ കയ്യിലുണ്ട്. തരുമെന്നുള്ള വേറെ വിഷയം, അത് എൻ്റെ ഇഷ്ടമാണ്. എൻ്റെ ആവശ്യങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ജീവിക്കാൻ വലിയ പ്രയാസം. അതൊന്നും പറഞ്ഞ ആളുകൾ വിശ്വസിക്കുകയില്ല. അതുകൊണ്ട് അതൊക്കെ ആളുകളോട് പറയാനായിട്ട് നമ്മൾ പോകാതിരിക്കുകയാണ് നല്ലത്. ഈ വിശ്വാസമുള്ള ജീവിതത്തെക്കുറിച്ച് ഞാൻ ഒരിക്കലും ഒരു സംഭവ കഥയാണ്, സ്പർജന്റെ ജീവിതത്തിലെ കഥയാണ്. സ്പർജന് ഭാര്യ, 2 മക്കള്. സ്പർജനൊക്കെ വലിയ പ്രസംഗിയായിരുന്നെങ്കിലും സാമ്പത്തിക ഭാരം ഒരുപാട് അനുഭവിച്ച മനുഷ്യനാണ്. കാരണം അവരുടെ ചർച്ചിൽ നിന്ന് കൊടുക്കുന്ന ചെറിയൊരു ശമ്പളം കൊണ്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അനാഥശാലയുണ്ട്, 300 പിള്ളേരുള്ള അനാഥശാലയുണ്ട്, ബൈബിൾ കോളേജുണ്ട്, 10-20 എല്ലാത്തിൻ്റെയും കാര്യങ്ങൾ നടക്കണ്ടേ. അപ്പോൾ ഒരു ദിവസം സന്ധ്യായ സമയത്ത് സ്പർജന് മേളിൽ ടെറസിൽ പോയിരിക്കുക, അതിന്റെ താമസിക്കുന്ന വീട്ടിൽ ടെറസിൽ പോയിരുന്നു വായിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. അവർ ഈ 6 മണിക്കാണ് അവതാരം കഴിക്കുന്നത്. ബ്രിട്ടീഷുകാരും അമേരിക്കക്കാരും ഒക്കെ 6 o'clock സപ്പർ ടൈം, 6 മണിക്ക്. ഒരു 4 മണിയായപ്പോ ഈ കുശിനിക്കാരൻ അല്ലെങ്കിൽ അവരുടെ ബട്ട്ലർ, പാചകക്കാരന് വന്നിട്ട് പറഞ്ഞു, സ്പർജനോട് വന്ന് പറഞ്ഞു, വൈകിട്ട് അത്താഴത്തിന് ഒന്നുമില്ലെന്ന് പറഞ്ഞു. ഒരു സാധനവും ഇല്ലെന്ന്, ഇച്ചിരി ഉപ്പല്ലാതെ ഒന്നും ഇല്ല. സ്പർജൻ പറഞ്ഞു, ദ ലോർഡ് വിൽ പ്രൊവൈഡ്, കർത്താവ് തരും, ഇപ്പോളം ഇല്ല. ഇവനെ ഭാര്യയും മക്കളും ഡൈനിങ് ടേബിൾ ഇരിക്കുവേ, അവിടെ ടേബിളിൽ ഇരിക്കും. അപ്പോ ഫുഡ് മസ്റ്റ് ബി ഓൺ ദ ടേബിൾ, ആഹാരം ടേബിളിൽ ഉണ്ടായിരിക്കണം. ഇല്ലെന്ന് പറഞ്ഞാൽ ബട്ട്ലറുടെ ജോലി പോകുന്ന കാര്യമാണ്. സ്പർജൻ പറഞ്ഞു, യു ഗോ ബാക്ക്, ദ ലോർഡ് വിൽ ഗിവ്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞാലും പിന്നെയും വന്ന് പറഞ്ഞ്, കർത്താവ് തന്നില്ലല്ലോ എന്ന് പറഞ്ഞു. നിന്നോട് പോകാനല്ലയോ പറഞ്ഞു, കർത്താവ് തരുമെന്നല്ലയോ പറഞ്ഞു. അപ്പം 4:30 6 മണിക്ക് സപ്പറിൻ മേശപ്പുറത്ത് വെക്കണ്ടേ? 1 മണിക്കൂറെങ്കിലും മുമ്പ് കിട്ടിയെങ്കിൽ ഇതൊക്കെ ഒന്ന് പാകപ്പെടുത്തിയെ കൊണ്ട് വെക്കണ്ടേ?
പിന്നെ അയാൾ പെട്ടെന്ന് വരാൻ തുടങ്ങി. 15 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ വീട്ടിലേക്ക് വന്നത്. സർജ് കർത്താവ് തരും, നിന്നോട് പോകാനല്ലേ പറഞ്ഞു. അവസാനം അയാള് വന്ന് പറഞ്ഞു, ഇതുവരെ ആയിട്ട് കർത്താവ് തന്നില്ല, ഇനിയിപ്പോ 5 മിനിറ്റ് 10 മിനിറ്റേ ഉള്ളൂ, 10 മിനിറ്റുള്ളിൽ കർത്താവ് തന്നില്ലെങ്കിൽ മാഡും മക്കളും ഇവിടെ വന്നിരിക്കും, ഞാൻ എന്താ പറയേണ്ടത്? ഉടനെ ഒരു തേംസ് നദിയിൽ നിന്ന് ഒരു ഈഗിള്, എന്താ പറയുന്ന ഈഗിളിന്, കഴുകൻ വൾച്ചറാണ് തോന്നുന്നു, ഈഗിൾ എന്ന് പറയുന്ന ഗരുഡ്, പരുന്ത് കൈറ്റാണ്, ഇതിന്റെയൊക്കെ ഇടയിലുണ്ട്. കഴുകൻ എന്ന് പറയുന്ന ശവന്തീനിയാണ്, ചത്തതിനെ മാത്രം ഗരുഡൻ എന്ന് പറയും. ഭയങ്കര ഒരു ഗരുഡൻ. തേംസ് നദിയിൽ ഒരുപാട് മീനുണ്ട്. വന്ന് റാഞ്ചി ഒരു 6 പൗണ്ട് 7 പൗണ്ട് ഉള്ള ഒരു ഭയങ്കര മീനെ റാഞ്ചി ഈ വേലക്കാരിരിക്കുന്നതിന്റെ മുകളിൽ കൂടെ പറന്ന് അവന്റെ നേരെ തലയ്ക്ക് വെളി വന്നപ്പോ ഈ മീൻ ഇങ്ങനെ ഒന്ന് പടച്ചു, കാലെന്ന് താഴെ വീണു. അത് നേരെ വന്ന് വീണു അവന്റെ ഷൂവല. അവിടെ ചിരസ കിടന്ന് ഇങ്ങനെ ജീവനോട് പറഞ്ഞു, ഗോഡ് പ്രൊവൈഡഡ്, ടേക്ക് ഇറ്റ് ആൻഡ് ഗോ ആൻഡ് കുക്ക്. അന്ന് ഫിഷ് ഡിന്നർ. അവർക്കൊരു സാധനം മതി, കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട. കർത്താവ് തന്നു. അപ്പൊ അതാ ഇപ്പൊ ഞാൻ ഇതിങ്ങനെ ഒരു ഇലസ്ട്രേഷൻ ആയിട്ട് പറഞ്ഞപ്പോ അവിടെ നിന്ന് ഒരാൾ പറഞ്ഞു, വെറുതെ നുണയടിക്കുക, അവിടേക്ക് എങ്ങനെ വല്ലതും നടക്കുമെന്ന് ചോദിച്ചു. ഒരാൾ പറയുന്നത്, വെറുതെ നിങ്ങൾ നുണ പറയുന്നത്, നിങ്ങൾ ഉപദേശിമാരെ നുണയെ പറയൂ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു മൊട്ടായി വേണമെങ്കിൽ പോലും ദൈവം ഇട്ട് തരികയില്ല, കടയിൽ പോയി വാങ്ങിച്ചെങ്കിൽ മീനാണ് ഇപ്പൊ 6 പൗണ്ട് 7 പൗണ്ടുള്ള ഒരു മീനെ കൊണ്ട്. ഈ വിശ്വാസത്താൽ ജീവിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ ഭംഗിവാക്കൊക്കെ പറയുന്നതേ ഉള്ളൂ. വിശ്വാസത്തിലൊന്നും അധികം പേരൊന്നും ജീവിച്ചിട്ടൊന്നുമില്ല. നമ്മൾ ജോർജ് മുള്ളറിന്റെ അതുപോലെയുള്ള അനേകന്റെ ജീവിതത്തിൽ, ഹഡ്സൺ ടൈലറുടെ, വില്യം കേറി, ഒരുപാട് വിശ്വാസവന്മാരുടെ ജീവിതത്തിൽ ദൈവം അവർക്ക് കൊടുത്തിട്ടുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ വിശ്വാസത്താലാണ്. ദൈവം തരും. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ വിശ്വാസമുള്ള ജീവിതം. നിങ്ങൾ എത്ര ധനവാനാണെങ്കിലും ക്രിസ്തീയ ജീവിതം വിശ്വാസമുള്ള ജീവിതം. നിങ്ങൾക്ക് 1 കോടി രൂപ ബാങ്കിലുണ്ട്, 10 കോടി രൂപ ബാങ്കിലുണ്ട്, നിങ്ങൾക്ക് 10 ഏക്കർ ഭൂമിയുണ്ട്, നിറച്ച് റബ്ബറും ഫലവൃക്ഷങ്ങളും ഒക്കെയാണ്, നിങ്ങൾക്ക് എല്ലാ ഇൻകം ഉള്ള ആളാണെങ്കിലും ക്രിസ്തീയ ജീവിതമാണ് നിങ്ങൾ നയിക്കുന്നതെങ്കിൽ വിശ്വാസത്താലുള്ള ജീവിതം നയിക്കും. കർത്താവ് ഒരു ധനവാന്റെ കഥ പറഞ്ഞില്ലേ, റിച്ച്. ആ ധനവാൻ എന്താ പറഞ്ഞത്? തന്റെ വിളവ് അങ്ങോട്ട് നന്നായിട്ട് ഭൂമി വിളഞ്ഞു കഴിഞ്ഞപ്പോ അദ്ദേഹം എന്താ പറഞ്ഞത്? കൊയ്തിട്ട് കൊണ്ടുവച്ച സ്ഥലമില്ല, കളപ്പുര പൊളിച്ചു പോലെ പുതുക്കെ പണിത്. എന്നിട്ട് പറഞ്ഞു, ധാരാളം ഏറിയ നാളുകളിലേക്ക് നിനക്ക് തിന്നാനും കുടിക്കാനും ഉണ്ട്, നീ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. കർത്താവിനോട് പറഞ്ഞ, ഭോഷ ഇന്ന് രാത്രി നീ ചാകാൻ പോവുക, പിന്നെ ആ രാത്രി നീ കുടിക്കുകയും ചെയ്യുന്നു ചോദിച്ചു. അപ്പൊ ദൈവം അനുവദിച്ചാൽ ഞാൻ ഇതിലൊരു പിടി ഗോതമ്പെടുത്ത് ചപ്പാത്തി ഉണ്ടാക്കി നാളെ രാവിലെ കഴിക്കും, അങ്ങനെയാ പറയേണ്ടത് അല്ലേ? കളപ്പുരകൾ നിറച്ചുണ്ടെങ്കിലും ദൈവം അനുവദിച്ചാൽ ഞാൻ അതിലൊരു പിടി എടുത്ത് ചപ്പാത്തി കഴിക്കും. അതാണ് ദൈവം അനുവദിച്ചാൽ ഞാനൊരു പട്ടണത്തിൽ പോയി ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കും, ദൈവം അനുവദിച്ചാൽ. അതാ വിശ്വാസത്തിന്റെ ജീവിതം. ദൈവത്തിന്റെ ഇച്ഛ എന്താണ്, ഇഷ്ടം എന്താണെന്ന് അന്വേഷിച്ച് ദൈവത്തിൽ നിന്നും പ്രാപിച്ച് ജീവിക്കുന്നതാണ് വിശ്വാസത്തിൽ. അതാണ് എബ്രായ ലേഖനത്തിലെ വിശ്വാസപീരന്മാരെ പറ്റി എല്ലാം പറയുന്നത്, അവർ അങ്ങനെ ജീവിച്ചത്. അതൊക്കെ എബ്രായ ലേഖനം എഴുതിയ കാലഘട്ടത്തിലേക്ക് മാത്രം, ഏലിയാവിന്റെ കാലത്തേക്കോ ഏശയുടെ കാലത്തേക്കോ പൗലോസിന്റെ കാലത്തേക്കോ മാത്രം ഉണ്ടായിരുന്നല്ല. ഇപ്പൊ പൗലോസ് ഒരു കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു. കപ്പലുണ്ടായിരുന്നു, 10-300 പേരുണ്ടായിരുന്നു. എല്ലാവരും വെള്ളത്തിലായി. കപ്പലിന്റെ സാധനങ്ങളെല്ലാം നേരത്തെ തന്നെ എടുത്ത് കപ്പലിന്റെ ഭാരം കുറയ്ക്കാൻ എല്ലാം കളഞ്ഞതാണ്. തുറച്ച വെള്ളത്തിൽ കിടന്നു ഒരു രാത്രി മുഴുവൻ. പിന്നെ എല്ലാവരും നീന്തി കയറിയൊക്കെ ആ ദ്വീപിൽ ചെന്നു. 10 പൈസയും കൊണ്ടല്ല ദ്വീപിൽ കയറിയത്, 1 ചാക്ക് ഗോതമ്പും കൊണ്ടല്ല ദ്വീപിൽ കയറിയത്, ഒന്നും കൊണ്ടുമല്ല. 3 മാസം അവിടെ താമസിച്ചു. എങ്ങനെയാ താമസിച്ചത്? രാജാവായി. പോരാൻ നേരം എന്ത് ചെയ്തു? ഞങ്ങളുടെ റോമിൽ എത്തുന്നത് വരെയുള്ള യാത്രയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും അവർ കയറ്റി തന്ന ഫ്രീ ആയിട്ട്. ഈ വിശ്വാസ ജീവിതത്തിന്റെ വഴികൾ ഏതാന്ന് നമുക്കറിയില്ല. എങ്ങനെയാ ദൈവം ഈ വിശ്വാസത്തെ യാഥാർത്ഥ്യമാക്കി തീർക്കുന്ന അറിയില്ല. നമ്മളിങ്ങനെ ഉന്നം വെക്കും, അത്താഴ്ച സഹായിക്കാതിരിക്കുകയില്ല. അത്താഴ്ചയോടെ ഞാൻ രാവിലെ പോയി ശകലത്തെ കാര്യം പറയും, അത്താഴ്ച എന്തെങ്കിലും ചെയ്യാതിരിക്കുകയില്ല. അപ്പം വിശ്വാസം ആരല്ല? മത്താഴ്ചയല്ല വിശ്വാസം. മത്താഴ്ചന്റെ വിശ്വാസമോ? മത്താഴ്ചൻ രാവിലെ ചെല്ലുമ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ മത്താഴ്ച ഇവിടെ ഇല്ല, മത്താഴ്ച ഇവിടെ പോയി ഒരാഴ്ച കഴിഞ്ഞേ വരും. അപ്പൊ നമ്മുടെ വിശ്വാസം എന്ത് ചെയ്യും? അല്ലെ മത്താഴ്ചൻ പറയും, ഒരു സഹായം ചെയ്യാൻ എന്നെ കൊണ്ടൊക്കെയില്ല, ഞാൻ വളരെ ബുദ്ധിമുട്ടിയായിരിക്കും, എന്നെ ശല്യം ചെയ്തു. അങ്ങനെയൊക്കെ സംഭവിക്കും. ചില ദിവസങ്ങളിലേ വളരെ ബുദ്ധിമുട്ടിരിക്കുന്ന ചില ദിവസങ്ങളുണ്ട്. ഇടത്തോട്ട് വലത്തോട്ട് തിരിയാൻ വയ്യാത്ത. ദൈവം സപ്ലൈ ചെയ്യുന്ന വിധങ്ങളൊക്കെ ഓർത്താൽ ഭയങ്കര അതിശയമാണ്. വിശ്വാസത്താൽ ജീവിക്കുന്ന ജീവിതത്തിന് ഒരു ഹിന്ദിക്കാർ പറയും മജയുണ്ടെന്ന് പറയുന്നത്. ഉസ്മേക്ക് മജാഹ എന്ന് പറഞ്ഞാൽ അതിലൊരു രസമാണ്. കാരണം എന്താ? പ്ലേറ്റ് കൊണ്ട് മുന്നേ വെച്ചിട്ട് ഇപ്പത്തേനും കർത്താവ് തരുന്നു പറയും വിശ്വാസത്താൽ ജീവിക്കുക. എന്നിട്ട് കർത്താവ് ആരെങ്കിലും വന്നു ഡോറെ മുട്ടുന്നു, അവർ കുക്ക് ചെയ്ത് പാചകം ചെയ്ത് റെഡിയായതായിരിക്കുന്ന കുറച്ച് ആഹാരം കൊണ്ടുവരുന്നു. നിങ്ങൾക്ക് കുറച്ച് ദിവസമായിട്ട് ആഹാരം തരണം എന്നൊക്കെ വിചാരിച്ചിരിക്കുക. ഇനി സമയം കിട്ടിയുള്ളൂ, ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എന്ത് പറയും?
പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ഇതിനുവേണ്ടി കാത്തുകൊണ്ടിരിക്കുകയല്ലേ, വിശ്വാസമുള്ള ജീവിതം. സ്പർജന്റെ ജീവിതത്തിൽ അങ്ങനെയായിരുന്നു. പല സന്ദർഭങ്ങളിലും അങ്ങനെയായിരുന്നു. പിന്നെ ജോർജ് മുള്ളറിന്റെ ജീവിതം. നമ്മുടെ ആളുകളൊന്നും വിശ്വാസം ജീവിക്കാൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് എന്താണെന്നറിയോ പ്രശ്നം? ജോലി ചെയ്ത് രാത്രിയും ജോലി, പകലും ജോലി, ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ് ജോലി കുറച്ച്, ഞായറാഴ്ച വൈകിട്ടും പോയി കുറച്ച് ജോലി. കാരണം നമ്മൾ വിചാരിക്കും ഇങ്ങനെ ജോലി ചെയ്തെങ്കിലേ നമുക്ക് ജീവിക്കാൻ ഒക്കുമെന്ന്. ബൈബിൾ ക്ലാസ്സിന് സമയമില്ല, പ്രാർത്ഥനയ്ക്ക് സമയമില്ല, കുടുംബ പ്രാർത്ഥനയ്ക്ക് സമയമില്ല, ഒന്നുമില്ല. പിന്നെ പഴി തീർക്കാനും മാത്രം ഓടി വന്ന് ഞായറാഴ്ച അപ്പം തീർക്കാൻ പോകും. കാരണം നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഞാൻ ഇങ്ങനെ അധ്വാനിച്ചെങ്കിലേ കിട്ടും. തന്റെ പ്രിയനവൻ ഉറക്കത്തിൽ കൊടുക്കും. നിങ്ങൾ ഉറങ്ങുമ്പോൾ കർത്താവ് നാളെ നമുക്ക് എന്തെല്ലാം വേണമെന്നുള്ള കാര്യം എല്ലാം കർത്താവ് ദൂതന്മാർ പറഞ്ഞ് ഗബ്രിയേലെ മിഖായേൽ തന്നെ ആ വീട്ടില് ഇന്ന സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തേക്കണം, നാളെ അവർക്ക് അത് ആവശ്യം. അങ്ങനെ പ്രാർത്ഥിച്ച് ജീവിച്ചിരിക്കുന്ന ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. രക്ഷിക്കപ്പെടാൻ മാത്രം വിശ്വാസം, ബാക്കി എല്ലാം കാഴ്ചയും. ഞാനീ പറഞ്ഞ പോലെ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടായി കാണില്ലെന്നും ഞാൻ പറയില്ല, നമുക്ക് വിശ്വാസികളല്ലേ. ഞാനിങ്ങനെ വിശ്വാസത്താൽ മാത്രം ജീവിക്കുന്നുള്ള കാഴ്ചയിലല്ല, വിശ്വാസത്താൽ മാത്രം ജീവിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ ചിലരൊക്കെ പറയാ, ചിലപ്പോ എന്തെങ്കിലും ഒരു കൂട്ടായ്മ കാണിച്ചേക്കും. ഒരു 10 വയസ്സിന് കൂട്ടായ്മ കാണിക്കില്ല. നമ്മൾ തിരിച്ചെടുക്കും, ഒരു കർത്താവ് എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു നീ വരുന്നത് വരെ ഞാനായത് അങ്ങനെ അത് ചെയ്യാറില്ല കേട്ടോ. അതിനൊന്നും പ്രാവശ്യമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ നമ്മൾ വീട്ടിൽ വരുമ്പോ എന്താ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലാത്ത, ഒരിക്കലും കഴിഞ്ഞ 25 കൊല്ലമായിട്ട് കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, കറസ്പോണ്ടൻസും ഇല്ല, ഒന്നുമില്ല. അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാം, ചിലപ്പോൾ നമ്മൾ അവിടെ പ്രതീക്ഷിച്ചതിന്റെ ഇരട്ടി ഇദ്ദേഹം തന്നിരിക്കും. അതെങ്ങനെ? ഈ വിശ്വാസത്തിന്റെ വഴി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വഴിയാണ്, നമ്മുടെ വഴിയല്ല. വിശ്വാസത്തിന്റെ വഴി ഒരിക്കലും പരാജയപ്പെടുകയില്ല. പരാജയപ്പെടുന്ന വഴി, കാരണം വിശ്വാസം എന്നോ കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാണെന്ന് പറയുന്നത്. നിശ്ചയമുള്ള കാര്യം പരാജയപ്പെടും, ഉറപ്പുള്ള കാര്യം പരാജയപ്പെടുകയില്ല. അപ്പൊ ഇവിടെ നമ്മള് മൂന്നാമത്തെ എബ്രായലേഖനം 11-ാം അധ്യായത്തിന് 1-2 വാക്യം നമ്മൾ വായിച്ചത്. അതിന്റെ 3-ാമത്തെ വാക്യം പറയുന്നു, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ലോകം എങ്ങനെയാ ഉണ്ടായത് എന്നത് സംബന്ധിച്ച് ലോകത്ത് ഭയങ്കര സംവാദങ്ങളാണ്, അല്ലേ? പരിണമിച്ച് ഉണ്ടായതാണോ, സൃഷ്ടിച്ചുണ്ടായതാണോ? 2000 വർഷങ്ങൾക്ക് മുമ്പാണ് ഏകദേശം ഇബ്രാഹിം എഴുതിയത്. അന്നും ഉണ്ടായിരുന്നു ഈ സംവാദം. അപ്പോ അന്നും ഈ ചോദ്യം ഉണ്ടായിരുന്നു, ഈ ലോകം എങ്ങനെയാ ഉണ്ടായത്? അന്ന് പരിണാമവാദം ഒന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും ആളുകൾക്കുണ്ടായിരുന്നു. പക്ഷേ എബ്രാഹിം എഴുതിയത് ആരായാലും അവരെന്ത് പറയുന്നു, ഈ ലോകം വചനത്താൽ ഉണ്ടായി എന്ന് നാം വിശ്വസിക്കുന്നു. ഒരു സംശയവും തരില്ല. എങ്ങനെ ഈ ലോകം ഉണ്ടായത്? ഇത് വചനത്താലുണ്ടായത്, ദൈവത്തിന്റെ വചനത്താലാണ് ഉണ്ടായത്. അല്ലാതെ ഇത് വേറെ പരിണമിച്ച് ഒന്നും ഉണ്ടായതല്ല. അതൊക്കെ വെറും നുണയാന്നേ. പരിണമിച്ച് വല്ലതും ഉണ്ടാകുമോ? ആദിയിൽ ശൂന്യത ഉണ്ടായിരുന്നു, ശൂന്യത കോടി വർഷങ്ങൾ ശൂന്യതയായിട്ട് തുടർന്നു, ശൂന്യതയ്ക്ക് പൊട്ടിത്തെറി ഉണ്ടായി, അതിൽ നിന്ന് ലോകം ഉണ്ടായെന്ന് പറഞ്ഞാൽ നോൺസെൻസ് അല്ല. ഒരു സാധനം ശൂന്യതയാണ്, പിന്നെ എങ്ങനെ അതിനും നിന്നൊന്നുണ്ടാകുന്നത്? ഒന്നുമില്ലായ്മയിൽ നിന്ന് സംതിങ് ഉണ്ടാവില്ല, സംതിങ്ങിൽ നിന്ന് സംതിങ് ഉണ്ടാവും. ഒന്നുമില്ലായ്മയിൽ നിന്ന്, ആദിയിൽ ഒന്നുമില്ലായിരുന്ന ഒന്നുമില്ല. അപ്പൊ അതൊന്നും സംഭവിക്കില്ല. നമ്മൾ പറയുന്നത് എന്താണ് പറയുന്നത്? വിശ്വാസത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടു എന്ന് നാം വിശ്വസിക്കും. നമ്മുടെ വിശ്വാസത്തിന് വളരെ വിലയുണ്ട്. ഞാൻ ഒരിക്കല് തൃശ്ശൂർ താമസിക്കുന്ന കാലത്ത് തൃശ്ശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ സുവിശേഷം പറയാൻ പോകുമായിരുന്നു. ആഴ്ച 2 പ്രാവശ്യം ഇതോടെ പോകുമായിരുന്നു. രാത്രി പോകും. ഭയങ്കര SFIയുടെ ഭയങ്കര കേന്ദ്രമാണ് തൃശ്ശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്. അങ്ങനെ മുറിയിലൊക്കെ കയറി സുവിശേഷം പറയുമായിരുന്നു. എൻ്റെ വേറെ സഹോദരൻ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഇങ്ങനെ ഒരു മുറി സുവിശേഷം പറയുമ്പോൾ ഒരു 10-20 SFIക്കാർ വന്ന് പറഞ്ഞു, നമുക്ക് സംവാദം വെക്കണമെന്ന് പറഞ്ഞു. എപ്പോൾ സന്തോഷമാണെന്ന് പറഞ്ഞു. എന്താ വിഷയം? ക്രിയേഷൻ, പരിണാമം. ആകട്ടെന്ന് പറഞ്ഞു. എപ്പോഴാ? അടുത്ത ആഴ്ച ഞങ്ങൾ വരുമ്പോൾ ചോദിച്ചു. അടുത്ത ബുധനാഴ്ച വ്യാഴാഴ്ച എന്നാണ് ഞങ്ങൾ വരുമ്പോൾ സംവാദം. ഞാനും എൻ്റെ വീട്ടിൽ സഹോദരനോട് 2 പേരുള്ളൂ. അവർ 10-30 പേരുണ്ട് ഒരു മുറിയിൽ. അവിടുത്തെ മുറിയിലെ കസറയെല്ലാം കൊണ്ടിട്ട് അവരെല്ലാം കൂടെ ഇരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, നല്ല കാര്യമാണല്ലോ, നമുക്ക് ആദ്യം നമ്മുടെ കണ്ടീഷൻസ് ഒക്കെ പറയാം. സംവാദത്തിനുള്ള നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോ ഞാൻ പറഞ്ഞു, ഒരു പാർട്ടി ആദ്യം ഒരു ചോദ്യം ചോദിക്കും, നിങ്ങളൊരു ചോദ്യം ചോദിക്കുക, അത് ഞാൻ ഉത്തരം തരാനില്ലെങ്കിൽ ഞാൻ തോറ്റതായിട്ട് സമ്മതിക്കുക. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, അതിന് ഉത്തരം നിങ്ങൾ തന്നില്ലേ, നിങ്ങൾ ഉത്തരം തന്നാൽ അടുത്ത ചോദ്യം നിങ്ങളുടേതാ, പിന്നത്തെ ചോദ്യം എന്റേതാ. എപ്പോ ചോദ്യം ആർക്ക് മുട്ടുന്നോ അവർ തോറ്റുന്ന പരസ്യമായി സമ്മതിക്കും. നല്ല കാര്യം. അപ്പൊ അവര് പറഞ്ഞു, സാർ ഒരാളല്ലേ ഉള്ളൂ, വേറെ ആളുമുണ്ട്,
ഞങ്ങൾ 10-30 പേരുണ്ടല്ലോ. ആദ്യത്തെ ചോദ്യം സാറിന്റെ തന്നെ ആയിരിക്കും. അങ്ങനെ നിർബന്ധമാണെങ്കിൽ ആകാമെന്ന് പറയും. അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം ഈ വസ്തു എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. ഹൗ ദ മാറ്റർ കെയിം ടു എക്സിസ്റ്റൻസ്. അതങ്ങനെ ചോദിക്കാൻ ഒക്കില്ലെന്ന് പറഞ്ഞു. അത് വസ്തു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു അതല്ല ചോദിച്ചത്, എന്നുമുള്ള സാധനം ഈ വസ്തു എങ്ങനെയാ ഉണ്ടായെന്ന. ചുരുക്കി പറഞ്ഞാൽ അവർ ഉത്തരം മുട്ടി. അതങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുക. ഞാൻ പറഞ്ഞു, അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞത് വിശ്വാസം എന്ന വാക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഒക്കില്ല, എനിക്ക് ഉപയോഗിക്കാൻ ഒക്കില്ല. അതിന്റെ ഉത്തരയാണ്. നിങ്ങൾ തെളിവിൽ വിശ്വസിക്കുന്ന ശാസ്ത്രീയക്കാരാണ്. അപ്പൊ ഏത് ഉത്തരത്തിനും നിങ്ങൾ തെളിവ് തരണം. എന്റെ ഏത് ഉത്തരത്തിനും എനിക്ക് വിശ്വസിക്കുമെന്ന് പറഞ്ഞാൽ മതി, കാരണം ഞാൻ വിശ്വാസക്കാരല്ല. അപ്പൊ അത് ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് പറയാൻ ഒക്കില്ല. നിങ്ങൾക്ക് അത് പറയാൻ ഒക്കില്ല. നിങ്ങൾ തെളിവ് തരണം എന്ന് പറയും. വസ്തു എന്നും ഉണ്ടായിരുന്നുള്ള തെളിവ് എന്താ? അത് വിശ്വാസമാണ്. ചുരുക്കി പല സംവാദം നടത്തി. അപ്പൊ നിങ്ങൾ പരാജയപ്പെട്ട് സമ്മതിക്കണമെന്ന് പറഞ്ഞു. അവരൊരു 5-6 പേര് ഇങ്ങോട്ട് ചാടി എഴുതിട്ട് വന്നിട്ട് കോളറിന് കയറി പിടിച്ചു, നീ അമേരിക്കൻ CIA ഏജന്റ് അല്ലേ ഇടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതാണ് നമ്മുടെ സംവാദം എന്ന് ചോദിച്ചു. അവർ ഞങ്ങളെ ആ മുറി പൂട്ടിയിട്ടിരുന്നു. അർദ്ധരാത്രി വെളിയിൽ നിന്ന് ഒരു പാഡലോക്ക് ഇട്ട് താഴെ ഇട്ട് പൂട്ടി. ഞങ്ങൾ ആ മുറിയിലിരിക്കുക. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് മുറിയിൽ 10-25 പിള്ളേരുണ്ട്. അവർ വിളിക്കുന്ന പറയുന്ന വൃത്തികേടുകൾ എന്ന് പറഞ്ഞാൽ നനച്ചാലും കുളിച്ചാലും തീരാത്ത വൃത്തികേടുകൾ തന്നെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. 12 മണിയായപ്പോ ആരോ വന്ന് വാതിൽ തുറന്നു. ഞങ്ങൾ പറഞ്ഞു പൊക്കോട്ടെന്ന് ചോദിച്ചു. പൊക്കോട്ടെന്ന് പറഞ്ഞു. സംവാദം കഴിഞ്ഞ് ഞങ്ങൾ പോരുകയും ചെയ്തു. ഞാൻ പറഞ്ഞ ഈ പരിണാമവാദികൾക്കൊന്നും ഉത്തരവില്ലെന്നേ. ജോൺ ലെനക്സ് എന്ന് പറഞ്ഞതായിരിക്കുന്ന മനുഷ്യന് ആരോടൊക്കെ അദ്ദേഹം സംവാദിക്കുന്നത്? വലിയ വലിയ ലോകത്തിലെ വലിയ പരിണാമവാദികളോടൊക്കെ. എന്താ അദ്ദേഹത്തിന്റെ പേര്? അപ്പൊ അതിന് വലിയ സംവാദി, ലോകത്തിലെ ഏറ്റവും വലിയ പരിണാമവാദിയും വലിയ സംവാദകനോ ഡിബേറ്റിനോ അദ്ദേഹത്തോട് സംയോജിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ആളുകൾ നിങ്ങൾ വിശ്വാസം നിങ്ങൾക്ക് ഉത്തരം മുട്ടുമ്പോഴെപ്പോഴും നിങ്ങൾ വിശ്വാസം എന്ന് പറയും. അപ്പൊ ലെനക്സ് ചോദിച്ചു, ജോൺ ലെനക്സ് ചോദിച്ചു, അല്ല നിങ്ങൾ വിശ്വസിക്കുന്നില്ല? ഞങ്ങൾ വിശ്വാസമല്ല, എല്ലാം അറിവിലാണ്. അപ്പൊ ചോദിച്ചു, ഇയാൾക്ക് ഭാര്യ ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. ഇയാളുടെ ഭാര്യ ഇയാളെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. സ്നേഹിക്കുന്നു, അതിനെന്താ തെളിവെന്ന് ചോദിച്ചു. ശാസ്ത്രീയമായ തെളിവ് വരാൻ പറഞ്ഞു. അത് ശാസ്ത്രീയമായ തെളിവിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്നു പറഞ്ഞു. നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് വിശ്വസ്തയാണെന്ന് ചോദിച്ചു. വിശ്വസ്തയാണെന്ന് പറഞ്ഞു. എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു. ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞു. നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ കൂടെ ജീവിക്കുന്ന സ്ത്രീ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ സ്ത്രീ നിങ്ങളോട് വിശ്വസ്തയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ പറയുന്നത് ഞങ്ങൾ വിശ്വാസികൾ മാത്രം വിശ്വാസത്തെ ജീവിക്കുന്ന, നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത് ചോദിച്ചു. അത് അദ്ദേഹത്തിന് ഭയങ്കര ക്ഷീണമായി പോയി. കാരണം ഭയങ്കര ആയിരക്കണക്കിന് 10,000-കണക്കിനുള്ള ആളുകളുടെ സദസ്സിലാണ് ഡിബേറ്റ് നടക്കുന്നത്. അപ്പൊ അങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. പറയും നമ്മളെല്ലാം വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്. നിങ്ങൾ പറയുന്നതായിരിക്കുന്ന ഒരു ശാസ്ത്രീയ തെളിവ് നിങ്ങൾ കണ്ടില്ല. കാരണം ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? പരീക്ഷണം, നിരീക്ഷണം, അനുമാനം. അതല്ലേ ശാസ്ത്രം. ഭൂമി എങ്ങനെ ഉണ്ടായെന്ന് ആരെങ്കിലും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടോ? ആരെങ്കിലും നിരീക്ഷിച്ചിട്ടുണ്ടോ? ഭൂമി എങ്ങനെ ഉണ്ടായെന്നുള്ള പരീക്ഷണവും നിരീക്ഷണവും കഴിച്ചിട്ടാണെന്ന് നിങ്ങൾ പരിണാമവഴിയാണ് ഉണ്ടായെന്ന് പറയുന്നത്. അത് നിങ്ങളുടെ തിയറിയാണ്, നിങ്ങളുടെ സിദ്ധാന്തമാണ്. നമ്മളെന്ത് പറയുന്നു? സത്യന്തമായിട്ട് പറയുന്നു, ദൈവം കാണുന്ന ഈ ഭൂമി ദൈവത്തിന്റെ വചനത്താൽ ഉളവായി എന്ന് നാം വിശ്വസിക്കുന്നു. നമ്മളെ കാര്യത്തിൽ സത്യസന്ധനാണ്, വിശ്വാസത്തിലാണ്. വേറെ തെളിവൊന്നും വേണ്ട. ദൈവം തമ്പുരാൻ ഭൂമി ഉണ്ടാക്കി എന്നുള്ളതിനൊക്കെ വലിയ തെളിവുണ്ട്. എത്രയോ കാര്യങ്ങള്. എന്റെ അപ്പച്ചൻ മരിക്കുന്നവരെ ഞാൻ അപ്പച്ച എന്ന് പറഞ്ഞ അപ്പച്ചനെ വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ആരെങ്കിലും നിന്റെ അപ്പനാ നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? ഇയാൾ ഈ അപ്പ ഡാഡി എന്ന് വിളിക്കുന്ന ആൾ നിന്റെ ഡാഡി ആണെന്നുള്ള എന്താണ് തെളിവ്? ഞാൻ വിശ്വാസത്തിൽ ഞാൻ എനിക്ക് അങ്ങേയറ്റം പറയാവുന്ന എന്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ അപ്പന മനുഷ്യൻ തന്നെയാണ്. അതല്ലേ എനിക്ക് പറയാനുള്ളൂ. അല്ലെങ്കിൽ ജീൻസ് ടെസ്റ്റും ഏതാ അതൊക്കെ ചെയ്യണം. അതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ എന്റെ അപ്പച്ചനാന്ന് വിളിച്ചത്. എന്റെ മക്കൾ, എനിക്ക് 5 മക്കളുണ്ട്. അവരൊക്കെ എന്നെ അപ്പച്ചാന്ന് വിളിക്കുന്നു. 15 കൊച്ചുമക്കൾ അപ്പച്ചാന്ന് വിളിക്കുന്നു. അവരൊന്നും വിളിക്കുന്നത് അപ്പച്ചനാണോ അല്ലയോ എന്ന് ഞങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ വിളിക്കാം. അതുപോലെ ഞങ്ങള് എബ്രഹാം തോമസ് എന്ന് വിളിച്ചോളാം. അങ്ങനല്ലല്ലോ. നമ്മളെല്ലാം വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്. വെറുതെ ഈ പരിണാമവാദികളൊക്കെ പറയില്ല. എന്ത് തെളിവാ ഉള്ളത്? യാതൊരു തെളിവില്ല. ഇതുവരെ ഞാൻ പറയാം, ജീവനില്ലാത്ത ഒരു വസ്തുവിൽ നിന്നും ജീവനുള്ള ഒരു വസ്തു ഇതുവരെ ഉണ്ടായിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എത്ര വർഷമായി? എനിക്ക് 82 വർഷം, 82 നടക്കുക. 31 വർഷം ഞാൻ ജീവിച്ചു. ജീവനില്ലാത്ത ഒരു വസ്തുവിൽ നിന്ന് ഒരു ജീവൻ ഉണ്ടാകുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒന്നുമില്ലായ്മയിൽ നിന്ന് സംതിങ് ഉണ്ടാകുന്നത് കണ്ടിട്ടില്ല. ആ സംതിങ്ങിൽ നിന്ന് ലൈഫ് ഉണ്ടാകുന്നത് കണ്ടിട്ടില്ല. ചെറിയ ലൈഫിൽ നിന്നും വലിയ ലൈഫ് ഉണ്ടാകുന്നത് കണ്ടിട്ടില്ല. ഇതൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടുള്ളത് എന്താണെന്നറിയാമോ? ഓരോന്നും താഴേക്ക് പോകുന്ന ജീർണിച്ച് ഒരാപ്പിൾ കൊണ്ടുവച്ച് 2 ദിവസം കഴിഞ്ഞ് എന്നാൽ അളിഞ്ഞിരിക്കും. അതേ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി എന്ന് പറഞ്ഞ ഒരു പ്രമാണമുണ്ട്, അത് ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പൊ വിശ്വാസികളായിരിക്കും നമുക്ക് മാത്രമേ സത്യം അറിയത്തുള്ളൂ. അതാണ് ഇവിടെ എഴുത്തുകാരൻ പറയുന്നത്. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം. ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ
അറിയുന്നു. നാം വിശ്വസിക്കുന്നു അല്ല പറഞ്ഞ, വിശ്വാസത്താൽ അറിയുന്നു എന്നാണ്. വിശ്വാസത്താൽ അറിയുന്നു. കാര്യങ്ങളൊക്കെ വിശ്വാസത്താൽ അറിയും. നമ്മുടെ അറിവ് വളരെ ശരിയായ അറിവ്. വിശ്വാസത്താൽ അറിവാണ് ശരിയായ അറിവ്. കാരണം വിശ്വാസത്തിന് പിന്നിൽ എന്താ ഉണ്ടെന്നറിയാമോ? ആ ഏത് വിഷയത്തിലാണോ വിശ്വസിക്കുന്നത് ആ വിഷയം സംഭവിപ്പിച്ച ആളാണ് ആ വിശ്വാസത്തിന് പുറകില്. ദൈവം ഉളവാക്കി എന്നാണ് ഞാൻ വിശ്വാസത്തിൽ. അപ്പൊ എന്റെ വിശ്വാസം ഏതാ? ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അവൻ സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവസാന്നിധ്യമുള്ളവനാണ്, സൃഷ്ടാവാണ്. ആ ദൈവം എന്ന് പറയുന്ന സർവജ്ഞാനി സർവശക്തമായ വ്യക്തി ഉണ്ടാകട്ടെ ഉണ്ടായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസം എന്റെ അറിവിന് ആധാരമായിരിക്കും. അപ്പൊ അതാ വിശ്വാസത്തിന്റെ എല്ലാ മേഖലകളിലേക്ക് നിങ്ങൾ കൊണ്ടുപോകും. സമ്പത്തിന്റെ മേഖലയിലായാലും കുടുംബജീവിതത്തിന്റെ മേഖലയിലായാലും ജീവിതത്തിന്റെ ഏത് തീരുവിന്റെ മേഖല, ഏത് മേഖലയിലേക്ക് കൊണ്ടുപോയി ഈ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം. ദൈവം ഒരു കാര്യം ബൈബിളിൽ പറഞ്ഞു, ഞാനത് വിശ്വസിക്കുന്നു. തെറ്റാൻ ഒരു വിധത്തിലും സാധ്യമായി. കാരണം സർവജ്ഞാനിയായിരിക്കും ദൈവം അങ്ങനെയാണെന്ന് പറഞ്ഞാൽ പിന്നെ തെറ്റുമോ? തെറ്റ്. എന്റെ ടീച്ചേഴ്സ് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. അവർക്ക് ഒരുപാട് തെറ്റ് പറ്റിയിട്ടുണ്ട്. ടീച്ചേഴ്സിന്റെ തെറ്റുകളെ തിരുത്തിയിട്ടുണ്ട്. സം സ്റ്റുഡൻസ് ആർ സ്മാർട്ടർ ദാൻ ദ ടീച്ചേഴ്സ്. ഒരു ഇൻസ്പെക്ടറെ ക്ലാസ് പരിശോധിക്കാൻ വന്നു. ഇപ്പൊ ഫിസിക്സ് ആണ് വിഷയം. അപ്പോ ഒരു കുട്ടിയോടൊരു പാഠം പഠിപ്പിക്കാൻ പറഞ്ഞത് ഇലക്ട്രിസിറ്റിയെ കൊണ്ട്. ആ കുട്ടി വായിച്ചത് ഇലക്ട്രിസിറ്റി എന്നാണ്. ഇലക്ട്രിസിറ്റി അല്ല, ഇലക്ട്രിസിറ്റി. ഉടനെ ടീച്ചറോട് ചോദിച്ചു, ഈ കുട്ടി എന്താ ഇങ്ങനെ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു? ഉടനെ പറഞ്ഞു, സാറേ അവരുടെ കപ്പാസിറ്റി വളരെ കുറവാന്ന് പറഞ്ഞു. പിള്ളേരെ പഠിക്കാനുള്ള കപ്പാസിറ്റി കുറവാന്ന് പറഞ്ഞു. ഹെഡ് മാസ്റ്റർ ചോദിച്ചു, എന്താ സാറേ നിങ്ങളുടെ സ്റ്റുഡന്റ് പറഞ്ഞ ഇലക്ട്രിസിറ്റി, ടീച്ചർ പറഞ്ഞ കപ്പാസിറ്റി? അപ്പൊ അയാൾ പറഞ്ഞു, സാർ ഇതിന് വലിയ പബ്ലിസിറ്റി കൊടുക്കരുതെന്ന് പറഞ്ഞു. സാർ ഇതിന് വലിയ പബ്ലിസിറ്റി കൊടുക്കരുതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ പ്രമാണങ്ങളെല്ലാം ഒരാൾ ചെയ്യുന്ന തെറ്റ് വേറൊരാള് പറഞ്ഞു പോകുന്നു. ഒരാൾ ചെയ്യുന്ന തെറ്റെല്ലാം വേറെ ആൾ പറഞ്ഞു പോകുന്നു. അത്രേ ഉള്ളൂ. നമ്മൾക്ക് ഈ ഒരാൾ പറയുന്ന തെറ്റല്ല നമ്മൾ പറയുന്നത്. കാരണം ഉണ്ടാക്കിയവൻ പറഞ്ഞു ഇങ്ങനെയാ ഞാൻ ഉണ്ടാക്കിയെന്ന്. അപ്പൊ പിന്നെ നമ്മൾ തെറ്റ് പറയേണ്ട കാര്യമുണ്ട്? ഇല്ല. ആധികാരികമായി സൃഷ്ടാവ് നമ്മോട് പറഞ്ഞു ഇങ്ങനെയാ ഞാൻ സൃഷ്ടിച്ചതെന്ന്. അപ്പൊ നമുക്ക് ഏറ്റു പറയാം, ഇങ്ങനെയാണ് നമ്മുടെ ദൈവം ഇത് സൃഷ്ടിച്ചത്. മറ്റ് പരിണാമവാദികൾക്ക് തെളിവൊന്നുമില്ല, ഒരു തെളിവുമില്ല. അവരൊന്നും ഉണ്ടാക്കിയത് കണ്ടിട്ടില്ല. അവരൊക്കെ ആകപ്പാട് 10-60 വർഷമൊക്കെ ജീവിക്കുന്നുള്ളൂ. ഈ പരിണാമവാദികൾക്ക് 80 വർഷമല്ലേ ഉള്ളൂ. ഈ 80 വർഷം കൊണ്ടാണ് അവർ തന്നെ പറയുന്നത് 5 ബില്യൺ 10 ബില്യൺ ഇയേഴ്സ് എന്നല്ലേ. 10 ബില്യൺ ഇയേഴ്സിന് മുമ്പുണ്ടായ പൊട്ടിത്തെറിയെ കുറിച്ച് ഈ 60 വയസ്സുകാർ എന്നിട്ട് പൊട്ടിത്തെറി ചെയ്യുന്ന വല്ല ഭാവം അവർക്ക് കിട്ടിയോ? ആ പൊട്ടിത്തെറി ചെയ്യുന്ന ശബ്ദം റെക്കോർഡ് ചെയ്ത് വെച്ചോ? എവിടെ? എന്ത്? അപ്പൊ ഞാൻ പറയുന്നത് വിശ്വാസം എന്ന് പറയുന്ന അബദ്ധമല്ലെന്നുള്ളത് മനസ്സിലാക്കണം. വിശ്വാസം എന്ന് പറയുന്ന അബദ്ധമല്ല. വിശ്വാസം എന്ന് പറയുന്ന സത്യമായ കാര്യമാണ്. അത് ശരിയായ കാര്യമാണ്. അപ്പൊ ചിലപ്പോൾ ആളുകൾക്ക് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ അറിയാം? മൈ ആൻസർ ബൈ ഫെയ്ത്ത്. അപ്പൊ ഞാൻ ഇതിൽ ചില ചോദ്യങ്ങൾ ചോദിക്കും. എടോ, ഈ വണ്ടി തൃശ്ശൂർക്ക് പോകുന്നതാണ് നിങ്ങൾ എങ്ങനെ അറിയുന്നത്? അത് എഴുതി വെച്ചിരിക്കുന്നുണ്ട്. ആ എഴുതിയ ആള് തെറ്റിച്ചല്ല എഴുതുന്നത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അയാള് തിരുവനന്തപുരം എഴുതാൻ വെച്ചിരുന്നതാ, പക്ഷെ എഴുതി വന്നപ്പോ തൃശ്ശൂർ നിന്നായി പോയി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? തിരുവനന്തപുരം തോന്നി വിചാരിച്ച് തൃശ്ശൂർ വണ്ടിയൊക്കെ കയറി അല്ലേ? പിന്നെ ഒരു ഗുണമുണ്ട്, തൃശ്ശൂർ കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിന് പോകുന്ന കോഴിക്കോട് നിന്നാണെങ്കിൽ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ തൃശ്ശൂർ ഇറങ്ങി വേറെ വണ്ടിയൊക്കെ കയറിപ്പോയി. നമ്മളൊക്കെ ഞാൻ പറഞ്ഞത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ ഒത്തിരി കാര്യങ്ങൾ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വിശ്വാസത്തിന്റെ അടിസ്ഥാനം. വിശ്വസിക്കാത്ത ആളുകളുണ്ട് കേട്ടോ. അവരെങ്ങനെ ജീവിക്കുന്നത് എനിക്കറിയാം. ഒരു ഗ്ലാസ് വെള്ളം തരാമെന്ന് ചോദിച്ചു, വെള്ളം കൊണ്ടുവന്നപ്പോൾ ഇതിനകത്ത് പോയിസൺ വിഷം വല്ലതും ഇട്ടിട്ടുണ്ടോ എന്ന് ഞാൻ അങ്ങനെ സംശയത്തിന് കുടിക്കാൻ പോകും. ആ കുടിച്ചു നോക്കാം, ചാകുകയാണ് വിഷം ഇട്ടിട്ടുണ്ടോ? ചാകിയിലെ വിഷം ഇട്ടിട്ടില്ല. എന്താ പറയാ? ആരും അറിയാതെ അവൻ എന്ത് ചെയ്യും? അവരങ്ങോട്ട് നോക്കുമ്പോൾ വെള്ളം താഴെ ഒഴിച്ചു പോലെ, താങ്ക്സ്, നല്ല വെള്ളമായിരുന്നു കേട്ടോ. ഈ വിശ്വാസത്താലേ നമുക്ക് ജീവിക്കാനും. അപ്പൊ ദൈവത്തിലാകുമ്പോൾ, ആ വിശ്വാസം ദൈവത്തിലാകുമ്പോൾ എന്തോ ഒരു സന്തോഷം എന്നറിയാം. ഐ ബിലീവ് ഇൻ ഗോഡ്. നാളെ നമ്മുടെ അയൽക്കാരൻ നമ്മോട് പറയുകയാണ്, ഒരു ഇയാൾ എന്നോട് ചോദിച്ചാൽ 5000 രൂപ ഞാൻ നാളെ രാവിലെ തരാൻ കേട്ടോ എന്ന് പറഞ്ഞ് നമ്മൾ അയാൾ വിശ്വസിക്കും. പക്ഷെ ദൈവം വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ചോദിപ്പിനെന്ന് നിങ്ങൾക്ക് തരാം. ഞാൻ വൈകിട്ട് ചോദിച്ചു, കർത്താവേ നാളെ എനിക്ക് 5000 രൂപ വേണം. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് 5000 രൂപയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുമോ? ദൈവം തമ്മിൽ തരുന്നത് ഇല്ല. എന്താ? ദൈവത്തെ നമുക്ക് വിശ്വാസമില്ല. ദൈവത്തിൽ നമുക്ക് വാസ്തവത്തിൽ വിശ്വാസം. ദൈവം എന്ന് പറയുന്നത് ഓൾഡ് മാൻ സിറ്റിംഗ് അപ്സ്റ്റേഴ്സ്. സാന്റക്ലോസ് എന്ന് പറയുന്ന പോലെ ഓൾഡ് മാൻ സിറ്റിംഗ് അപ്സ്റ്റേഴ്സ് വിത്ത് ലോങ് ബിയർഡ് ആൻഡ് ഓൾ യുനോ. എന്നിട്ട് വല്ലപ്പോഴും കൊച്ചുമക്കളൊക്കെ വരുമ്പോൾ ഒരു മുട്ടായി ഒക്കെ എടുത്ത് അങ്ങനെ. നമ്മൾ റിയലി വി ഡോണ്ട് ബിലീവ്. വി നീഡ് ടു ബിലീവ്.
എന്നിട്ട് പറയാണ്, വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കൈയിൻ്റെതിലും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷം അവൻ വിശ്വാസത്താൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ. അപ്പൊ ഹാബേൽ വിശ്വാസത്താലാണ് യാഗം കഴിച്ചത്. എന്താ, ഈ ആട്ടിൻകുട്ടിയെ ഹാബേൽ കൊണ്ടുവന്ന് ദൈവത്തിന് യാഗം കഴിച്ചപ്പോ അങ്ങനെ യാഗം കഴിക്കാനുള്ള കാരണം എന്താണ്? ദൈവം ആദവും പാപം ചെയ്തപ്പോ അവരുടെ പാപപരിഹാരത്തിന് വേണ്ടി ഒരു ആട്ടിൻകുട്ടിയെ യാഗം കഴിച്ച് എന്റെ തോലുകൊണ്ട് അവരെ ഉടുപ്പിച്ചു. അത് ആ കഥ ആദവും തീർച്ചയായും കയ്യിനോടും ഹാബേലിനോടും പറഞ്ഞു. അതുകൊണ്ടാണല്ലോ അവർ യാഗം കഴിക്കാൻ കൊള്ളാം. അപ്പൊ വിശ്വാസത്തിലാണ്. ഞാനൊരു ജീവനുള്ള ആടിനെ യാഗം കഴിച്ചാൽ ദൈവം അത് അംഗീകരിക്കും, സ്വീകരിക്കും. കാരണം ദൈവം അക്കാര്യമാണ് ആദവുമാരോട് പറഞ്ഞത്, അവരക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിന് പ്രകാരമാണ് ചെയ്യുന്നത്. അവൻ അങ്ങനെയാണ് ചെയ്തത്. കയ്യിന്റെ പ്രശ്നം എന്തായിരുന്നു? ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കാച്ചിലും വാഴയും എന്തൊക്കെയാ കൊണ്ടുവന്നത് നമുക്കറിയില്ല. അത് കൃഷിയിൽ നിന്ന് കൊണ്ടെന്നാ പറഞ്ഞത്. അവനത് കൊണ്ടുവന്നപ്പോ അത് അംഗീകരിക്കും എന്നുള്ളതിന് എന്താ തെളിവ്? ദൈവം ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ വാഴക്കൊല അംഗീകരിക്കാം. യാഗത്തെ പറ്റിയുള്ള പ്രമാണത്തിൽ ഒരിടത്തും കാച്ചിലും തേങ്ങായും ഒന്നുമില്ല. ഭോജനയാഗമുണ്ട്, പക്ഷെ ഭോജനയാഗം അർപ്പിക്കുന്നതിന് മുമ്പ് രക്തമുള്ള യാഗം അർപ്പിച്ചിരിക്കണം. അങ്ങനെയാണ്. പാപയാഗം കഴിഞ്ഞിട്ടാണ് ഭോജനയാഗം. അപ്പൊ നീ പാപിയാണ് എന്ന് സമ്മതിച്ച് നിന്റെ പാപത്തിന് വേണ്ടി രക്തം ചിന്തി നീ യാഗം കഴിക്കണം. അത് പാപപ്രശ്നം പരിഹരിച്ച ശേഷം ദൈവമായുള്ള കൂട്ടായ്മയുടെ ലക്ഷണമായിട്ട് നിനക്ക് ഭോജനയാഗം കൊണ്ടുവന്ന് അർപ്പിക്കാം. പക്ഷെ ഇവൻ കൈൻ പറഞ്ഞു ഞാൻ പാപിയൊന്നുമില്ലെന്ന് പറഞ്ഞു. ഏത് പാപി? ഞാൻ നല്ല കഠിനാധ്വാനിയായ സത്യവന്തനായ ഒരു മനുഷ്യനാണ്. എന്നെ ദൈവത്തിന് അംഗീകരിക്കാൻ വയ്യായെങ്കിൽ അംഗീകരിക്കണ്ട. ഹാബേൽ പറഞ്ഞു ഞാൻ പാപിയായ ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞു. എനിക്ക് ദൈവത്തിന് പറയാൻ യോഗ്യതയൊന്നുമില്ല. പക്ഷെ എന്റെ പാപത്തിനെ സംബന്ധിച്ചുകൊണ്ട് ഞാൻ ഒരു ആട്ടിൻകുട്ടിയെ യാഗം കഴിച്ചാൽ ദൈവം എന്നെ അംഗീകരിക്കും. കണ്ട് നിസ്സാരമായ കാര്യമല്ല, വലിയ കാര്യമാണ്. വിശ്വാസത്താൽ ഹാബേൽ എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിച്ചത്? കയ്യിൽ എന്താ പ്രസാദിക്കാഞ്ഞത്? നമ്മൾ ചിലപ്പോൾ അങ്ങനെയാണല്ലോ, പല കാര്യങ്ങളും അങ്ങനെ ദൈവത്തിൽ എന്ന് പറഞ്ഞു കൊടുക്കും. ദൈവം അതൊക്കെ അംഗീകരിക്കുന്നുണ്ടോന്നൊക്കെ അന്വേഷിച്ചാൽ മതി. നിങ്ങൾ അന്വേഷിച്ചാൽ മതി. ഞാൻ കൊടുത്തതായിരിക്കുന്ന കാര്യം ദൈവം അംഗീകരിച്ചിട്ടുണ്ടോ? ഞാൻ എന്റെ സ്തോത്രാഴ്ച ദൈവം അംഗീകരിച്ചിട്ടുണ്ടോ? ഞാൻ ചെയ്ത സേവനവും ദൈവം അംഗീകരിച്ചിട്ടുണ്ടോ? കാരണം അതിന് വിശ്വാസമാണോ ആധാരം എന്നുള്ളത്? ദൈവം പറഞ്ഞതനുസരിച്ചാണോ ഞാൻ ചെയ്യുന്നത്? അതോ എന്റെ ഒരു മനോധർമ്മം അനുസരിച്ച് ഞാൻ അങ്ങ് ചെയ്യുകയാണ്? പലപ്പോഴും നമ്മുടെ മനോധർമ്മം അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ദൈവം അത് അംഗീകരിച്ചോ ഇനി നിത്യം ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ. പക്ഷെ ഇവിടെ വെച്ച് തന്നെ നമുക്ക് ഉറപ്പ് വരുത്താം ദൈവം അംഗീകരിച്ചിട്ടുണ്ടെന്ന്. അത് ദൈവം പരിശോധിച്ചിട്ട് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള പ്രമാണം അനുസരിച്ച് കൊടുത്താൽ ഓക്കെ. പ്രമാണം അനുസരിച്ചാണ് ചെയ്തത്, ഞാൻ പറഞ്ഞ പോലെ ചെയ്തത്. അപ്പൊ വിശ്വാസത്താലാണ് ഹാബേൽ വിശ്വാസത്താൽ യാഗം കഴിച്ചു, എന്നിട്ട് നല്ല സാക്ഷ്യം പ്രാപിച്ചെന്നാണ്. വിശ്വാസത്താൽ ഹാബേൽ വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ ആദ്യം വരുന്ന വ്യക്തി ആരെന്നറിയാമോ? മനുഷ്യ ചരിത്രത്തിലെ ആദ്യത്തെ വ്യക്തി വിശ്വാസവീരന്മാരുടെ പട്ടിക വരുന്ന ഹാബേൽ. ആദാമല്ല. ആദാമിന്റെ പേര് ഈ 11-ാം അധ്യായത്തിൽ പരാമർശിച്ചിട്ടില്ല. ഹവ്വായുടെ പേര് പരാമർശിച്ചിട്ടില്ല. ഹാബേൽ അവിടെയാണ് തുടങ്ങുന്നത്. വിശ്വാസവീരന്മാരുടെ പട്ടിക തുടങ്ങുന്നത് ഹാബേലാണ്, ആദാമിലല്ല. ആദാം സ്വർഗത്തിൽ കാണുമോ ഇല്ലെന്നൊക്കെ വേദശാസ്ത്രികൾ ഡിബേറ്റ് ചെയ്യുന്നുണ്ട്. ഞാനുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ വിശ്വാസവീരനായിരുന്നേ. ദൈവം പറഞ്ഞ് വിശ്വസിക്കാതെ തന്നെ പഴം തിന്നതും എടുത്തതല്ല. അപ്പൊ വിശ്വാസവീരന്മാരുടെ പട്ടിക വരുന്ന ഒരാള് സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്ത ആദാഹുപോയി. പക്ഷെ ഹാബേൽ അങ്ങനെ ആയിരുന്നില്ല. ഹാബേൽ വിശ്വാസം, ദൈവം പറഞ്ഞത് പ്രകാരം യാഗം കഴിച്ചു. അതിന്റെ ഫലം രക്തസാക്ഷിയായി തീരുകയായിരുന്നു. പക്ഷെ അവന്റെ സാക്ഷ്യം പ്രാപിച്ചു. എന്താണ്? ഹാബേൽ വിശ്വാസവീരന്മാരുടെ പട്ടികയിലെ ഒന്നാമത്തെ ആളാണ്. ചെറിയ സാക്ഷ്യമല്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവം ആരെ ആയിരിക്കും ആദ്യം പരിചയപ്പെടുത്തുന്നത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ചെല്ലുമ്പോൾ ദൈവം come on in, I will introduce, this is Adam, your forefather എന്ന് പറയുമോ, this is Habel, the first martyr and the first person who offered sacrifice according to the word of God. എങ്ങനെ ദൈവം പറയുമെന്നുള്ളത് നല്ല ചോദ്യമാണ്. നമ്മളൊക്കെ അവിടെ ചെല്ലുമ്പോഴും നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഓരോരുത്തരും ഇൻട്രൊഡ്യൂസ് ചെയ്യായിരിക്കും. അതോ ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ തന്നെ മനസ്സിലാകുമെന്ന് തോന്നുന്നു. കാരണം അങ്ങനെ മനസ്സിലാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് അവർ. പത്രോസും യോഹന്നാനും യാക്കോബും മറുപടിയിലായിരുന്നപ്പോൾ ഏലിയാവും മോശയോടെ വന്നു. കർത്താവ് ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലേ പത്രോസ്, ഇത് ഏലിയാവാ കേട്ടോ, പറഞ്ഞില്ലല്ലോ. അവരെ കണ്ടുടനെ മനസ്സിലായി. അതുകൊണ്ട് പറയുന്ന സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ആളുകളെ തിരിച്ചറിയാനായിട്ട് കഴിയും. ഇവരെ എല്ലാം പരിചയപ്പെടുത്തുന്ന എന്തോ ഒരാളുകളെ. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള കപ്പാസിറ്റി ഉണ്ടാകും സ്വർഗത്തിൽ ചെല്ലും. വിശ്വാസത്തുള്ള ജീവിതം വളരെ മനോഹരമാണ്. ഹാബേലിനെ പോലെ ജീവിക്കും. അപ്പൊ ഹാബേലിന്റെ ജീവിതം എന്താണെന്ന് അറിയാമോ? വിശ്വാസത്താൽ മരിക്കുന്നത് എങ്ങനെയാണെന്നാ. അടുത്ത ആളുടെ ഹാനൂക്ക, അവൻ വിശ്വാസത്താൽ മരണം കൂടാതെ എടുക്കപ്പെട്ടു. ജീവിതത്തിന് 2 അന്ത്യങ്ങളാ ഉള്ളത്. മരിച്ച് സ്വർഗത്തിലേക്ക് പോകാം, മരണം കൂടാതെ എടുക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് പോകാം. 2 സാധിക്കുന്നത് എങ്ങനെയാ? വിശ്വാസത്താൽ.
ഹാബേൽ ബൈ ഫെയ്ത്ത്, ഈനക് ട്രാൻസ്ലേറ്റഡ് ബൈ ഫെയ്ത്ത്. ഇതിൽ ഏതാ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? ഞാൻ ചോദിക്കും. ദൈവം നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ തന്ന, വിച്ച് വൺ യു വിൽ ചൂസ്? ഡൈ ആൻഡ് ഗോ ഓർ ടേക്കൻ അലൈവ്? അതൊരു വല്ലാത്ത ചോദ്യം എന്നറിയാം. കാരണം മരിക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെ തീർച്ചയായിട്ടും പറയും ആനോക്കിനെ പോലെ പോകാനാ താല്പര്യമാണ്. പക്ഷെ ഈ മരണം എന്ന് പറയുന്ന എക്സ്പീരിയൻസ് ഒന്ന് അനുഭവിക്കണ്ടേ? കർത്താവ് പറഞ്ഞു, ജീവനോടിരിക്കുന്നത് മരിച്ചവർക്ക് മുൻപാകെയില്ല, പറഞ്ഞില്ലേ? കർത്താവ് തന്നെ പിതാത്തോടും പ്രധാനമന്ത്രി ശബ്ദത്തോടും കൂടെ വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ പ്രയോറിറ്റി ആർക്കാ കൊടുക്കുന്നത്? മരിച്ചവർക്ക്. പിന്നെ ജീവനോടിരിക്കുന്നതാണ്. ദർ ഇസ് സംതിങ് യുണീക്ക് അബൌട്ട്. ജീവിക്കുന്നത് ക്രിസ്തുവിനോടുകൂടെ, മരിക്കുന്നത് ക്രിസ്തുവിനോടും. അപ്പൊ മരണം എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. ഹാബേൽ നമുക്ക് കാണിച്ച മാതൃക വിശ്വാസത്താൽ മരിക്കുക എന്നുള്ളതാണ്. രക്തസാക്ഷിയായിട്ടാണ് മരിച്ചത്. എല്ലാവർക്കും രക്തസാക്ഷിയായിട്ട് മരിക്കാനുള്ള ഭാഗ്യവും ദൈവം തരുവില്ല. ഓണസ്റ്റ്ലി ഞാൻ പലപ്പോഴും അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്, രക്തസാക്ഷിയായി മരിച്ചതെന്നാണ്. കർത്താവിനോട് പറഞ്ഞത്, നിനക്ക് അതിനുള്ള ഭാഗ്യം തരത്തില്ല. നീ ജീവിച്ച് വൃദ്ധനായി മരിച്ചാൽ മതി, രക്തസാക്ഷിയായിട്ടൊന്നും മരിക്കണ്ട. രക്തസാക്ഷിയായിട്ട് മരിക്കുന്ന എളുപ്പമാകട്ടോ, കാരണം 1 മിനിറ്റ് കൊണ്ട് കഴിയുമല്ലോ. ഒറ്റപ്പെട്ടത് അതേ കാര്യം ഒരൊറ്റ ഏറ് മരിച്ചു വീടും. സ്തെഫാനോസ് അതിൽ 10 പടപട രക്തസാക്ഷിയായിട്ട് മരിക്കുന്നത്. പക്ഷെ രക്തസാക്ഷിയായിട്ട് മരിക്കുന്നത് വളരെ വളരെ അപൂർവമായ ഭാഗ്യമാണ്. വിശ്വാസത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി മരിക്കുന്ന ഒന്നാണ്. അതെല്ലാവർക്കും അത് ദൈവം വെച്ചിട്ടില്ല. അപ്പൊ ഇവിടെ വിശ്വാസത്തെ പറ്റി പറയുമ്പോൾ ഈ രണ്ടുപേരെ പറ്റി പറയുന്നുണ്ട്. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന്റെ യാഗം കഴിച്ച് രക്തസാക്ഷിയായി മരിച്ചു. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. രണ്ടും വിശ്വാസത്തിന്റെ 2 വശങ്ങളാണ്. അപ്പൊ മരിച്ചു പോകുന്നവർ, വിശ്വാസം കുറവുള്ളവർ, എടുക്കപ്പെടുന്നവർ കൂടുതൽ വിശ്വാസമുള്ളവരെന്ന് പറയരുത്. ഏതിനാ കൂടുതൽ വിശ്വാസം വേണ്ടത്? എടുക്കപ്പെടാൻ വിശ്വാസമൊന്നും വേണ്ട. കർത്താവ് പറയുമ്പോൾ മേലോട്ട് വന്ന് പോയി, പിന്നെ ജീവിതത്തിന് പ്രശ്നവും ഇല്ല, സങ്കടവും ഒന്നുമില്ല. ഇതിപ്പോ 80 വയസ്സും 90 വയസ്സും 100 വയസ്സും ജീവിച്ചു അല്ലേ? എന്തോ ഒരു ബുദ്ധിമുട്ടുകളെ, എന്തോ ഒരു പ്രയാസങ്ങളെ, എന്തെല്ലാം രോഗങ്ങളെ, എന്തെല്ലാം അസുഖങ്ങളെ, എന്തെല്ലാം ആശുപത്രികളെ, എന്തെല്ലാം ഡോക്ടർമാരെ, എന്തെല്ലാം കുത്തിവെപ്പുകളെ, ഹാർട്ട് എടുത്ത് മാറ്റുന്നു, കിഡ്നി എടുത്ത് മാറ്റുന്നു, എന്തോ ഒരു ബന്ധപ്പാട്. ഒരു ജീവിതകാലം ജീവിക്കണമെങ്കിൽ അത് കർത്താവിന് വേണ്ടി ആകുമ്പോൾ ബന്ധപ്പാട് കുറയല്ലോ, ബന്ധപ്പാട് ഒരുപാട് കൂടും. കാരണം പൗലോസ് അനുഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടുള്ളതാണ്. പൈതാഹം, വിശപ്പും, പട്ടിണിയും, നഗ്നതയും, കടലിലെ ആപത്തും കരയിലെ ആപത്തും വന്യമൃഗങ്ങളുമായിട്ടുള്ളത്, കല്ലേറെ, എന്തെല്ലാം കാര്യങ്ങളാണ് പൗലോസ്. പക്ഷെ ഞാൻ പറയുന്നത് ഇത് രണ്ടും വിശ്വാസ ജീവിതത്തിന്റെ 2 ഭാഗങ്ങളാണ്. മരണവും ജീവനവും വിശ്വാസ ജീവിതത്തിന്റെ 2 ഭാഗങ്ങളാണ്. വിശ്വാസത്താൽ ജീവിക്കുന്നു, വിശ്വാസത്താൽ മരിക്കുന്നു. എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെയും വിശ്വാസത്തിൽ മരിച്ചു. വേറെ ചിലർ മരണം കാണാതെ വിശ്വാസത്തിൽ എടുക്കും. രണ്ടും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണല്ലേ? തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. അപ്പൊ കർത്താവിന് വിലയേറിയത് എന്താണെന്നറിയോ? മരണമാണ്. തന്റെ ഭക്തന്മാരുടെ സ്വർഗാരോഹണം വിലയേറിയതാണെന്ന് വാക്യമില്ല. ഹാനോക്ക് ദൈവത്താൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ ഹാബേലിന്റെ മരണമാണ് ദൈവത്തിന് കൂടുതൽ പ്രസാദകരമായത്. അതുകൊണ്ട് വിശ്വാസപരന്മാരൊക്കെ മരിച്ചവരാണ്. എടുക്കപ്പെട്ടവർ വളരെ കുറവ് പേരെ, ഒരാളേ ഉള്ളൂ. ഏലിയാവുണ്ട്, മരണം കാണാതെ എടുക്കപ്പെട്ടവരാണ്. ഹാനോക്ക് ഏലിയാവും. ഈ 2 പേരും വീണ്ടും വന്ന് മരിക്കുകയും ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചിലർ വിശ്വസിക്കുന്നത് മോശ ഏലിയാവുമാണ്, ചിലർ ഹാനോക്ക് ഏലിയാവാണ്. അതെനിക്കറിയില്ല. ഏതായാലും ഏലിയാവാണെന്നുള്ള കാര്യമാണ്. ഏലിയാവ് അന്ത്യകാലത്ത് വരും, വെളിപ്പാട് പുസ്തകത്തിലാവും വരികയും പിന്നെ അവനെ കൊല്ലപ്പെടുകയും അവന്റെ ശരീരം 3 ദിവസം യെരുശലേമിന്റെ തെരുവിൽ കിടക്കുകയും പിന്നെ അവൻ എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഏലിയാവ് ഏതായാലും മരിക്കാതെ പോയെങ്കിൽ വീണ്ടും വന്ന് മരിക്കണം. കാരണം ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനസ്സിൽ നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും മരിക്കില്ലല്ലോ. കർത്താവ് ഇന്ന് രാത്രി വന്നാൽ മരിക്കാതെ ഒരുപാട് പേര് പോകില്ലേ? ഇന്ന് രാത്രി വന്നാൽ നമ്മളെല്ലാവരും മരിക്കാതെ സ്വർഗത്തിലേക്ക് പോകില്ലേ? അപ്പൊ മരണം കാണാൻ ഒരുപാട് എടുക്കപ്പെടും. എല്ലാവരും മരിക്കണം നിർബന്ധമൊന്നുമില്ല. എങ്കിൽ പൊതുപ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കൽ മരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് വിശ്വാസത്തിന്റെ ആ ഒരു വൈവിധ്യത നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കൈന്റേതിന് ഉത്തമമായി യാഗം കഴിച്ചു. അതിനാൽ അവന് നീതിമാൻ എന്ന് സാക്ഷ്യം ലഭിച്ചു. അപ്പൊ ഈ നീതിമാൻ എന്ന ഹാബേലിനെ വിളിക്കാനുള്ള കാരണം എന്താ? അവൻ വിശ്വാസത്താൽ യാഗം കഴിച്ചു എന്നുള്ളതാണ്. എന്താ വിശ്വാസത്താൽ എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ വചനത്തിൽ ഈ യാഗങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ അതിന് പ്രകാരം യാഗം. കയ്യിൽ വിശ്വാസത്താലല്ല കഴിച്ചത്. കാരണം ബൈബിൾ ഒരിടത്ത് പോലും കയ്യിൽ കൊടുത്ത യാഗത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. നിന്റെ ജയമും കാജിലും ഏത്തപ്പലും ഒക്കെ നീ കൊണ്ട് സദ്യ സ്വീകരിക്കുന്നു പറഞ്ഞിട്ടില്ല. ധാന്യം പറഞ്ഞിട്ടുണ്ട്, പൊടിയാക്കിയ ധാന്യം അതിൽ ഉപ്പിട്ട് ഒക്കെ കൊണ്ടുവരണം. ഭോജനയാഗം എന്ന് പറയുന്നൊരു യാഗമുണ്ട്. ഒരു പിടി ധാന്യം ദഹിപ്പിക്കുക.
ഹാബേൽ കൈയും കൊണ്ടെന്ന് ബോധനയാകുമല്ല. കൈയിനോട് ദൈവം പറയുന്നുണ്ട്, പാപത്തിനുള്ളത് ഒടിക്കൽ കിടക്കുന്നു, പാപം വാതിക്കൽ കിടക്കുന്നു എന്നുണ്ട്. പാപത്തിനുള്ളതും എന്താ പറയാ, പാപയാഗത്തിനുള്ള വസ്തു ആട്ടിൻകൂട്ടി ഇവിടെ പഠിക്ക കിടപ്പുണ്ട്, ഒരെണ്ണത്തിനെ കൊണ്ടുവന്ന് യാഗം കഴിച്ചാൽ മതി, നിന്റെ മുഖം പാടിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പാപം വാതിക്കൽ കിടക്കും, നീ അതിനെ കീഴ്പ്പെടുത്തണമെന്നാണ്. അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, പാപത്തിന്റെ ആഗ്രഹം നിന്നോടാണ്. ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കാതെ ജീവിക്കണം, എന്റെ ഇഷ്ടപ്രകാരം ജീവിക്കണം എന്നുള്ളതായിരിക്കുന്ന ആഗ്രഹമാണ് ഏറിയ പങ്കാളുകൾക്കുണ്ട്. പാപം. ഈ അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവസാനം പറഞ്ഞിട്ടുണ്ട്, വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപം. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപം. നാം ചെയ്യുന്ന ഏത് കാര്യമായാലും, തിന്നുന്നതായാലും കുടിക്കുന്നതായാലും ഏത് കാര്യമായാലും അതിനാധാരം വിശ്വാസമല്ലെങ്കിൽ, അതായത് ദൈവത്തിന്റെ വചനത്തിൽ ദൈവം പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ആധാരത്തിലല്ല നാം ചെയ്യുന്നെങ്കിൽ അത് പാപമാണ്. ഏത് വിഷയത്തിലും ആയാലും. സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയെന്തിനാ നന്നായിട്ട് പഠിക്കുന്നത്? ദൈവവചനം പറഞ്ഞിട്ടുണ്ട് നന്നായി പഠിക്കണമെന്ന്. അതുകൊണ്ടാണ്. ജോലി എന്തിനാ ചെയ്യുന്നത്? വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് നന്നായി ജോലി ചെയ്യണം, വിശ്വസ്തമായി ജോലി ചെയ്യണമെന്ന്. യജമാന്മാർക്ക് ദൈവത്തിൽ പ്രവൃത്തി ചെയ്യുന്നത് പോലെ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടിയാണ്. ഒരു വിശ്വാസി എവിടെ ചെന്നാലും, നീറോ ചക്രവർത്തിയുടെ കീഴിൽ പ്രവർത്തിക്കേണ്ടി വന്നാലും വിശ്വാസി എങ്ങനെ പ്രവർത്തിക്കും? അവൻ പത്രോസ് പറഞ്ഞിട്ടുണ്ട്, നല്ലവർക്ക് മാത്രമല്ല പിന്നെ മൂർഖന്മാർക്കും കൂടെ. പത്രോസിന്റെ മനസ്സിൽ ആരാന്നറിയാമോ? നീറോ ചക്രവർത്തിയാ മൂർഖൻ, അവനും കിടങ്ങിയിരിക്കാനാണ്. നമ്മുടെ ചില വിശ്വാസികൾ അവരുടെ മേലുദ്യോഗസ്ഥന്മാർക്ക് കിടങ്ങിയിരിക്കില്ല. അത് തെറ്റാ കേട്ടോ, തെറ്റാ. അപ്പൊ അതിന്റെ സഫറിങ് ജീവിതത്തിലെല്ലാം ഉണ്ടാകും. അതിന്റെ സഫറിങ് ജീവിതത്തിലുണ്ട്. നമ്മൾ ചെല്ലുന്ന എല്ലാ സ്ഥലത്തും നമുക്ക് വിജയിക്കാൻ നോക്കില്ല. ഞാൻ ഒരിക്കല് ഒരു ക്രൂരനായ മനുഷ്യന്റെ കീഴിൽ ജോലി ചെയ്തു. എല്ലാവരും പറഞ്ഞു അയാൾ മനുഷ്യ ഭയങ്കരനാന്ന് പറഞ്ഞു. അയാൾ ജോഷി എന്നാ മറാത്തിയ, ഭയങ്കര. അയാളുടെ ഹോബി എന്താന്ന് ചോദിച്ചാൽ അയാളുടെ കീഴിലുള്ള ആളുകളെ ഉപദ്രവിക്കാൻ. എന്നെ ഉപദ്രവിക്കാനൊക്കെ നോക്കി. പക്ഷെ ഞാൻ ജോഷി സാറുമായിട്ട് നല്ല ബന്ധമായിരുന്നു. ജോഷി ചിരിച്ചുകൊണ്ടൊക്കെ എന്നെ മറിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷെ ജോഷി സാർ മറിക്കാൻ നോക്കിയായിട്ട് മറിഞ്ഞിട്ടില്ല. കാരണം ജോഷി സാർ വന്ന ഉടനെ ചോദിക്കും, കൈസാഹെ പരിവാർ, കൈസാഹെ ഫാമിലി ഒക്കെ എങ്ങനെയാണ്, വൈഫും പിള്ളേരൊക്കെ സുഖമായിരിക്കുന്നു. പിന്നെ എന്നോട് എന്താ പറയുന്നത്? അപ്പൊ ഏത് മനുഷ്യന്റെ കീഴിൽ ജോലി ചെയ്യാന്നായി പറയുന്നത്, ഏത് മൂർഖനായ മനുഷ്യന്റെ കീഴിലും ജോലി ചെയ്യാം. ദൈവങ്ങൾക്കുള്ളൊരു അഡ്വാൻറ്റേജ് അതാ. നമ്മളോട് പിണങ്ങിയാൽ നമ്മള് പിണങ്ങരുത്. ഒരു മനുഷ്യനോട് ഞാൻ പിണങ്ങുകയില്ല. ആരെന്നോട് പിണങ്ങിയാലും ഞാൻ പിണങ്ങും. സാർ എന്തൊക്കെ പറഞ്ഞാൽ എനിക്ക് സാറിനോട് പിണക്കൊന്നുമില്ല. നന്ദി സാർ, നന്ദി സാർ, പിന്നെ പറഞ്ഞാട്ടെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അങ്ങനെ വേണം. നമ്മൾ എവിടെ ചെന്നാലും, ജോലി സ്ഥലത്ത് ചെന്നാലും, പഠിക്കുന്നിടത്ത് ചെന്നാലും, ഫ്രണ്ട്സിന്റെ ഇടയിലായാലും, ചില ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടായ കാര്യമാണ്. നമ്മൾ ഒരിക്കലും അങ്ങനെ ആയിരിക്കരുത്. ഞാൻ ആരെയും കുറ്റമായിട്ട് പറയരുത്. ദാനിയേൽ ചെന്നിടത്തൊക്കെ ആരായിരുന്നു? ദാനിയേലായിരുന്നു അവിടുത്തെ ബോസ്. നെബൂഖദ്നേസറായിരുന്നു ബോസ്. ദാനിയേലായിരുന്നു ബോസ്. നെബൂഖദ്നേസർ പറഞ്ഞൊക്കെ ദാനിയേൽ അനുസരിച്ചു, ശരി തന്നെ. പക്ഷെ ദാനിയേലായിരുന്നു ബോസ്. നിന്റെ ദൈവം സത്യദൈവം എന്നും പറഞ്ഞ് ദാനിയേലിന്റെ പുറകെ. ജോസഫ് ആയിരുന്നോ ബോസ്, അതോ ഫറവോനായിരുന്നോ ബോസ്? മാല ഊരിക്കൊടുത്തു, മോതിരം ഊരിക്കൊടുത്തു, പറഞ്ഞു എന്റെ ഈ സിംഹാസനം ഒഴികെ സകല കാര്യത്തിൽ നീ എനിക്ക് തുല്യനായിരിക്കും. നമ്മൾ എവിടെ ചെന്നാലും വളരെ വേഗം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്നേഹം കൊണ്ടും സത്യസന്ധത കൊണ്ടും നീതി കൊണ്ടും നമ്മൾ ആ സ്ഥാപനമാണെങ്കിൽ സ്ഥാപനം, ജോലിയാണ് ജോലി, എവിടെയായാലും നമ്മൾ അതിനെ കീഴ്പ്പെടുത്തണം. നമ്മൾ ചെയ്യണം. നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവരോടാ ഞാൻ എവിടെ ചെന്നാൽ പറഞ്ഞു. ചില ആളുകൾ ഭയങ്കര ക്രൂരന്മാരൊക്കെ ആയിരിക്കും. എത്ര ക്രൂരന്മാരായാലും നമ്മൾ അവരോട് നന്നായിട്ട് ഇടപെട്ടാൽ. അപ്പൊ വിശ്വാസത്താൽ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിൽ കൽപ്പിച്ചിരിക്കുന്ന പെരുമാറ്റച്ചട്ടങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നാം ജീവിക്കുമ്പോൾ മാത്രമേ നമ്മൾ വിശ്വാസത്താൽ ജീവിക്കുന്നുള്ളൂ. ശത്രുക്കളെ സ്നേഹിപ്പിനെന്നും നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിനെന്നും ശപിക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിനെന്നും ഒത്തിരി കാര്യമില്ലേ? നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ നിങ്ങളെ ഉപദ്രവിച്ചപ്പോൾ പ്രാർത്ഥിച്ചോ? വീട്ടിൽ ചെന്ന് ഉപദ്രവിച്ചു, കർത്താവേ ആ മനുഷ്യനെ അനുഗ്രഹിക്കണമേ, ആ മനുഷ്യൻ രക്ഷിക്കപ്പെട്ടെങ്കിൽ നന്നായിരുന്നു, ആ മനുഷ്യന്റെ തെറ്റുകളെ ക്ഷമിക്കണം. ഇല്ല, നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. അവിടെയാണ് നമുക്ക് പ്രശ്നം. നമ്മളെ ഉപദ്രവിക്കുന്നവരെ നമ്മൾ അനുഗ്രഹിക്കണം. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? നാം അവരെ അനുഗ്രഹിച്ചു എന്നുള്ളത് കൊണ്ട് അവർ നമ്മുടെ മിത്രങ്ങളായിട്ട് മാറും. അങ്ങനെ മാറും. അങ്ങനെയാണ്. അപ്പൊ അത് നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ അയൽക്കാരുമായിട്ടാണ് നിങ്ങൾക്ക് പ്രശ്നമുള്ളത്, ഒരയൽക്കാരുമായിട്ട് പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമില്ല. എന്തിനാ അയൽക്കാരുമായിട്ട് വഴക്കുണ്ടാകുന്നു? ഒരു വഴക്കുണ്ടാകേണ്ട കാര്യം ഒരയൽക്കാരല്ലേ.
നമ്മുടെ വീട്ടിൽ ജോലിക്ക് ഇരിക്കുന്നവർ വഴക്കുണ്ടാകേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. അപ്പൊ ഈ വിശ്വാസത്താലുള്ള ജീവിതം എന്ന് പറയുന്നത് അത് കോൺകറിങ് ലൈഫാണ്. മരണം കൊണ്ടായാലും ജീവിതം കൊണ്ടായാലും അതൊരു കോൺകറിങ് ലൈഫാണ്. അത് കീഴടക്കുന്ന ജീവിതമാണ്. നമ്മുടെ നന്മയെ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തുന്ന ജീവിതമാണ്. അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യാമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ജോഷി സാറിന്റെ കീഴിൽ ആളുകള് ജോലി രാജിവെച്ച് പോവാ, അല്ലെങ്കിൽ ട്രാൻസ്ഫർ, ഗവൺമെന്റ് കോളേജ് ആയതുകൊണ്ട് ട്രാൻസ്ഫർ വാങ്ങിച്ചു പോവാ. ഞാനവിടെ നിന്നു, എനിക്ക് ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തു. ജോഷി സാറിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നുള്ളത് എനിക്കറിയാമായിരുന്നു. ജോഷി സാർ 9 മണിയുടെ കോളേജ് പറഞ്ഞിട്ട് 7 മണിയാകും വരും, അവിടെ വന്നിരിക്കും. 9 മണിയാകുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നറിയാം, അറ്റൻഡൻസ് രജിസ്റ്റർ ഒപ്പിടേണ്ടത് 9 മണിയാകുമ്പോൾ എടുത്ത് അയാളുടെ കൽമാരിക്കകത്ത് കൊണ്ട് വെച്ച് പോട്ടും. 1 മിനിറ്റ് താമസിച്ച് വരുന്നവന് ഒപ്പിടാൻ സമ്മതിക്കരുത്. അവൻ നമ്മൾ 8 ഒപ്പിടും. പ്രശ്നം തീർന്നില്ലേ? നമ്മൾ പ്രശ്നം തീർന്നു. വഴികെട്ട പോണ്ട കാര്യമല്ലോ. പിന്നെ അരമണിക്കൂർ എനിക്കില്ലേ ജോഷി സാറിനോട് വർത്താനം പറയാനോ വേറെ എന്തെങ്കിലും നമ്മൾ വൈവിധ്യകാരം നോക്കാനോ ഒക്കെ നമുക്ക് പോകും. ഞാൻ പറഞ്ഞത് നമുക്ക് ഏത് സാഹചര്യത്തിലും ആളുകളെ കീഴടക്കാനായിട്ട് സാധിക്കും. ഈ വിശ്വാസമുള്ള ജീവിതത്തെ കുറിച്ച് ഞാൻ ഈ പറയുന്നത്. ഞാൻ എന്റെ കഥകൾ പറയാനില്ല. ഹാബേൽ വിശ്വാസത്താൽ യാഗം കഴിച്ചു, ഹാനോക്ക് വിശ്വാസത്താൽ എടുക്കപ്പെട്ടു. ക്രിസ്ത്യ ജീവിതം നമുക്ക് വിശ്വാസത്താൽ ജീവിക്കാവുന്ന സഹോദരന്മാരെ. ഈ ലോകത്തിൽ പ്രയാസമൊക്കെയാണ്, ഞാൻ സമ്മതിക്കുന്നു. ഈ ലോകത്തിൽ പ്രയാസമൊക്കെയാണ്. ഞങ്ങളുടെ നാട്ടിലെ കുറെ RSSകാരും BJPക്കാരും ഉണ്ടായിരുന്നു. ഞങ്ങള് അവിടെ താമസിക്കാൻ വന്നപ്പോൾ അവരൊക്കെ നമ്മൾ ഭയങ്കര ശത്രുതയിലാണ്. കാരണം എന്താണെന്ന് എനിക്കറിയില്ല, ഭയങ്കര ശത്രുതയിലാണ്. ഞങ്ങളുടെ റോഡ്, ഒരു ലോഡ് കരിക്കിൽ കൊണ്ടുവന്ന് താഴെ റോഡിലോട് ബ്ലോക്ക് ചെയ്യുക, രാത്രിയിലെ കരിക്കിലിട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുക. എന്തെല്ലാം ശല്യമായത്. ഞാനൊരു ബോർഡ് വെച്ച് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ രാത്രി വന്ന് അവർ ഹാക്സോ കൊണ്ട് അറുത്ത് അവർ കൊണ്ടുപോയി. ഒന്നും പറഞ്ഞില്ല. എവിടെ അറിയാൻ വേണ്ടി ഞാൻ വണ്ടി ഓടിച്ച് നടന്ന് കണ്ടുപിടിച്ചത് എവിടെയാണ്. അത് കൊണ്ടുപോയ പാർട്ടിയോട് പിന്നെ വളരെ സ്നേഹമായിട്ട് ഇടപെടാൻ തുടങ്ങി. ഒരു ശല്യം ഇപ്പോഴും ഒരു BJPക്കാരന് ശല്യമില്ല. അവർ ഭയങ്കര കംപ്ലൈന്റ് കൊടുത്തു. IG കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തു എനിക്കെതിരെ. IG SP-ക്ക് അയച്ചു. DSP വിളിപ്പിച്ച ഓഫീസിൽ ഒരു ചുക്കും ഉണ്ടായി. കാരണം ഈ മനുഷ്യരോടൊക്കെ നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നറിയാം, നമ്മൾ സ്നേഹമായിട്ടൊക്കെ അവരെവിടെയെങ്കിലും കാണുമ്പോൾ ഹലോ എന്തുകൊണ്ട് വിശേഷം, പിന്നെ അവർക്ക് ചെയ്യാൻ നോക്കും. നമ്മൾ ഈ കുത്തുന്നതായിരിക്കുന്ന കടന്നലിന്റെ ആ കുത്തുന്ന ഭാഗം ഇളക്കി കളഞ്ഞാൽ പിന്നെ കടന്നലിനെ പേടിക്കേണ്ട ആവശ്യം ഇല്ല. നമ്മൾ ഈ കടന്നലിന്റെ അത് മുറിച്ച് കളയാൻ, ഇളക്കി കളയാനാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് നമ്മൾ പഠിക്കും. ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റഡ് ജീവിതമാണ്. ഞാൻ പറയാം, അതിന് ബുദ്ധിമുട്ടുകളുണ്ട്. പോലീസുകാർ ശത്രുക്കളായിരിക്കും, നാട്ടുകാർ ശത്രുക്കളെന്നൊക്കെ പറയാം. പക്ഷെ ശത്രുക്കളെ മിത്രങ്ങളാക്കുന്ന ജോലിയാണ് ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ അബ്രഹാം ചെന്നിടത്തല്ല അബ്രഹാമിനെ കുറിച്ച് എന്താ പറഞ്ഞത്? വാസ്തവത്തിൽ അബ്രഹാം കനാൻ നാട്ടിൽ ചെന്നിട്ട് കനാന്റെ ആളുകളുടെ കയ്യിരുന്ന സ്ഥലങ്ങളൊക്കെ അല്ലേ അബ്രഹാം എടുത്ത്. അബീമേലെക്കിന്റെ കയ്യിരുന്ന സ്ഥലത്തോടെ ബധിച്ചു, കിണർ ഒഴിച്ചു, അവിടെ എല്ലാം കിണർ ഒഴിക്കുകയോ ഒക്കെ ചെയ്യല്ലേ. അവസാനം അവർ പറഞ്ഞത് യു ആർ എ പ്രിൻസ് ഓഫ് ഗോഡ് അമംഗ് us, നീ ഞങ്ങളുടെ ഈ ദൈവത്തിന്റെ പ്രഭുവാണ്. അടക്കാനായിട്ടൊരു സമ്പർക്കം ഇവിടെ ഞങ്ങളുടെ പ്രധാന സ്ഥലങ്ങൾ അടക്കിക്കുമെന്ന് പറഞ്ഞു. കാശും തരണം, ഒന്നും തരണം എന്ന് പറഞ്ഞു. ഇല്ല, അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞു. പിടിപ്പത് വിലയ്ക്കെന്നാ പറഞ്ഞു. അതേക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് 200 വെള്ളിക്കാശിന് മാത്രം വിലയുള്ളതായിരിക്കുന്ന ഭൂമിക്ക് 400 വെള്ളിക്കാശ് വേണം. അബ്രഹാം ഉടനെ തൂക്കി കൈ കൊടുത്തു. അതെന്തുള്ളൂ, വില പേശിയില്ല. കാരണം വില പേശി കഴിഞ്ഞാൽ നമ്മുടെ വില പോകും. മീൻകാരൻ്റെ ഇടയ്ക്കലും പച്ചക്കറിക്കാരൻ്റെ ഇടയ്ക്ക് ചെന്ന് വില പേശുമ്പോൾ ആരുടെ വില പോകുന്നറിയാമോ? പച്ചക്കറിയുടെ വിലയല്ല കുറയുന്നത്, നമ്മുടെ വിലയാണ് കുറയുന്നത്. നമ്മുടെ ഒരു സഹോദരന് ഒരു കോഴഞ്ചൂർ കടയിൽ ചെന്ന് പച്ചക്കറിക്ക് വയറിന് എന്തോ വിലയാന്ന് ചോദിച്ചു. പിന്നെ അയാള് ഏത് നാട്ടുകാരനാണെന്ന് ചോദിച്ചു. സഹോദരൻ മന്ത്രിയോട് പറഞ്ഞു, എന്നോട് ചോദിച്ചു ഏത് നാട്ടുകാരനാണ്. പറഞ്ഞു കോഴഞ്ചേരിക്കാർ വില ചോദിക്കുകയില്ല. 1 കിലോ പയറ് തരാൻ പറയും, എത്ര രൂപന്ന് ചോദിക്കുന്നു, 500 പറഞ്ഞ് 500 എടുത്ത് കൊടുക്കുക. അതാ കോഴഞ്ചേരിക്കാരുടെ രീതി. അതെ, കാശുണ്ടായിട്ടോ അതോ ദുരഭിമാനങ്ങളാന്ന് എന്താണെന്നറിയില്ല. അതേസമയം മറ്റുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയല്ല. വില എത്രയാ? 10 രൂപ, 10 രൂപ 8 രൂപയ്ക്ക് കൊടുക്കുമോ, 5 രൂപയ്ക്ക് കൊടുക്കുമോ, അതൊക്കെ ചോദിക്കുമോ, ഒരു വില കൊടുക്കും. അപ്പൊ ഈ വില പേശിയാൽ നമ്മുടെ വില പോകും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. വില പേശിയാൽ നമ്മുടെ വില പോകും. നമ്മൾ ഒരു മനുഷ്യനോടും വില പേശരുത്. 1 പ്രാവശ്യം 2 പ്രാവശ്യം നമ്മൾ അവരോട് വാങ്ങിച്ചു കഴിഞ്ഞാൽ 3ാമത്തെ പ്രാവശ്യം ചെല്ലുമ്പോൾ അവരുണ്ടല്ലോ വില താത്തിയെ നമ്മൾ ചോദിക്കും. അപ്പൊ ഞാൻ ഈ കളമശ്ശേരി പോയിട്ട് വരുമ്പോ, വൈക്കത്ത് വരുമ്പോ അവിടെ എല്ലാം ഈ റോഡ് സൈഡ് ഇങ്ങനെ കരിമീനും ഇങ്ങനെ മീനൊക്കെ കടകളുണ്ട്.
അപ്പൊ എനിക്ക് കരിമീൻ മീൻ ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ ഇവിടെ നിർത്തി. ഒരു കടക്കാരനുമായിട്ട് വളരെ പരിചയമാണ്. അയാൾ എന്നെ ചതിക്കുകയില്ല, നല്ല മീൻ തരും. ഒരു ദിവസം വന്നപ്പോൾ അയാൾ പറഞ്ഞു, സാറേ മീൻ ഇല്ലല്ലോ എന്ന് പറഞ്ഞു, മീനെല്ലാം തീർന്നു പോയെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാടൂ? അപ്പൊ എനിക്ക് പരിചയമുള്ള ഒരാളെ പരിചയപ്പെടുത്താന്ന് പറഞ്ഞു. അയാൾ കൊണ്ടുപോയി വേറെ ഒരാളെ പരിചയപ്പെടുത്തി. ഞാൻ ചോദിച്ചാൽ കളിപ്പിക്കുമോ? ഇല്ല, കളിപ്പിക്കില്ല. അപ്പൊ അയാളിങ്ങനെ, ഞാൻ 2 കിലോ മീൻ ചോദിച്ചു. 2 കിലോ മീൻ അയാൾ തൂക്കിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ ഈ തൂക്കത്തിൽ കളിപ്പിക്കുന്നവരാണെന്ന് ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതിന് വല്ല സത്യമുണ്ടെന്ന് ചോദിച്ചു. കൊണ്ട് സാറേ വളരെ സത്യമാണ്, ഞങ്ങൾ തൂക്കത്തിൽ കളിപ്പിക്കുന്നവരാണ്. സാർ ഇപ്പൊ 2 കിലോ മീൻ ചോദിച്ചല്ലോ, ഞങ്ങളത് 4 കിലോ ആക്കി, ഇതേ മീൻ തന്നെ തൂക്കി 4 കിലോ ആക്കി കാശ് വാങ്ങി. സാറിനെ കളിപ്പിക്കില്ല. ഞങ്ങൾ ആരെയാ കളിപ്പിക്കുന്നറിയാം? ഈ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ആളുകളുണ്ടല്ലോ, ഇവിടെ മീൻ എന്താ പറയാ, 500 രൂപ കരിമീൻ. 500, ഇപ്പൊ 300 രൂപയ്ക്ക് തരാമെന്നുണ്ട്. അവിടെ പറഞ്ഞത് എന്നിട്ടും വാങ്ങിക്കാൻ വയ്യായിരുന്നു. 300 രൂപയ്ക്ക് എന്നെ എടുത്തോളാം. തരാമല്ലോ. എത്ര വേണം? 4 കിലോ. 2 കിലോ കരിമീൻ 4 കിലോ ആക്കി കൊടുക്കും. അവൻ വലിയ കാര്യത്തിൽ ഞങ്ങൾക്ക് ഭയങ്കര വില ദിവസം കണ്ടില്ല, അങ്ങനെ വേണം മീൻ വാങ്ങിക്കാനെന്ന് പറയും. അടുത്ത കടയിൽ കൊണ്ട് തൂക്കുമ്പോൾ 2 കിലോ 4 കിലോ കാര്യം പറയും. ഞങ്ങൾക്ക് കിട്ടാനുള്ളത് ഞങ്ങൾ കൂടുതലൊന്നും വാങ്ങിക്കും. ഞങ്ങൾക്ക് 2 കിലോ മീൻ 1000 രൂപ കിട്ടണമായിരുന്നു. അയക്ക് 250 വെച്ച് വേണം. ശരി, അപ്പൊ 2 കിലോ 4 കിലോ ആക്കി കൊടുത്തു. ഞങ്ങൾക്ക് എത്ര കിട്ടി? ഞങ്ങൾ 1000 രൂപ നമുക്ക് കിട്ടി. അതെങ്ങനെയാന്ന് അറിയണമെങ്കിൽ അവരുടെ ശിഷ്യരാകും. എന്റെ ശിഷ്യനായിട്ട് കാര്യമില്ല. കാരണം എന്റെ ശിഷ്യനായ 2 കിലോ തൂക്കുമ്പോ 2.5 കിലോ ആണ്. ഞാനത് ചോദിച്ചു, ഇതെങ്ങനെയാന്ന് ചോദിച്ചു. സാറ് തൂക്കാൻ പറഞ്ഞു. ഞാൻ 2 കിലോ മീൻ എടുത്ത് തൂക്കിയപ്പോ 2 കിലോയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, തട്ട് മാറ്റി വേണം. അങ്ങ് മാറ്റി വെച്ചു. സാർ തൂക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ മാറ്റി ഇങ്ങനെ മാറ്റി ഒക്കെ വെച്ച് തൂക്കി 2 കിലോ മീനേ ഉള്ളൂ. നിങ്ങളും തൂക്കിയെന്ന് പറഞ്ഞു. തൂക്കിയപ്പോ 4 കിലോയും ഉണ്ട്, അല്പം മുൻതൂക്കോ. ചേടാ, ഇതെങ്ങനെയാ? അത് പറഞ്ഞു, സാറേ അതിനൊക്കെ ഒരു ടെക്നിക്ക് പറഞ്ഞു. അത് ഞങ്ങൾ നിങ്ങളോട് പറയില്ല. അതിന് കളിപ്പിക്കപ്പെടേണ്ടതായിരിക്കുന്ന ആളുകൾ വരും. 400 രൂപയുടെ മീൻ 200 രൂപയ്ക്ക് വേണമെന്നും കണ്ടോണേ പറയും. അവിടെ ഇപ്പൊ തരാമെന്ന് പറഞ്ഞു. അപ്പട്ടേക്കുന്ന മീൻ എന്നാ ഞാൻ തരാം. സത്യസന്ധരായിട്ടൊക്കെ നമ്മൾ ജീവിച്ചാൽ നമ്മളെ ആരും കളിപ്പിക്കും. മറ്റു സാറിനെ ഞങ്ങൾ കളിപ്പിക്കാന്ന് പറഞ്ഞു. താൻ വില എത്താൻ ചോദിച്ചിട്ട് താൻ വില പേശിയില്ലല്ലോ. എത്ര രൂപ അയാൾ കൊണ്ട് പരിചയപ്പെടുത്തി. എത്ര രൂപ എന്ന് ചോദിച്ചാൽ 2 കിലോ മീൻ തരാൻ പറഞ്ഞു. എത്ര രൂപ എന്ന് ചോദിച്ചാൽ പറഞ്ഞ് കാശ് കൊടുത്ത് കൈ കൊടുത്തു. അയാൾ കൂലി ചോദിച്ചില്ല, ന്യായമായ വില അയാൾ ചോദിച്ചുള്ളൂ. അയക്ക് കിട്ടേണ്ട വില അയാൾ ചോദിച്ചുള്ളൂ. അതേസമയം വില പേശിയാൽ, അതാ ഞാൻ പറഞ്ഞ, വില പേശുമ്പം നമ്മുടെ വിലയാണ് കളയുന്നത്, നമ്മുടെ വിലയാക്കി. വില പേശരുത്. പിന്നെ സൂക്ഷിച്ചോണം. ഈ അവർ രക്ഷിക്കപ്പെട്ടവരൊന്നുമല്ല. ആപ്പിൾ എടുത്ത് വെക്കുമ്പോൾ അളിഞ്ഞ ആപ്പിളും വെക്കും. വീട്ടിൽ കൊണ്ട് നമ്മൾ നോക്കുമ്പോൾ 4 ആപ്പിൾ വാങ്ങിച്ച 1 കിലോ, അതിൽ 1 ആപ്പിള് അവൻ കളിപ്പിച്ചല്ലോ. അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യുന്ന പറയാം, അവൻ്റെ അടുത്ത് എന്ന് പറയണം, സ്നേഹിത, കഴിഞ്ഞ പ്രാവശ്യം 1 ആപ്പിൾ ചീത്തയായത്, നിങ്ങൾ ചെയ്തത് ശരിയാണ്. ഞങ്ങൾ നിങ്ങളോട് വില പേശിയില്ല, നിങ്ങൾ പറഞ്ഞ വില തന്നു. അപ്പൊ ഞങ്ങളോട് ചെയ്തത് തെറ്റാണ്. സാർ അത് അറിയാതെ വെച്ച് പോയത്. സാറിന് വേറെ ആപ്പിൾ, നല്ല ആപ്പിൾ ഉണ്ടായി. അവന് കുറ്റബോധം കൊണ്ട് അത് പറയുന്നത്. വേണ്ട, വേറെ ആൾക്കൊന്നും വേണ്ട, ഞാൻ പറഞ്ഞതാ. അപ്പൊ ആളുകളെ നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം വിശ്വാസത്താലുള്ള ജീവിതമാണ്. വിശ്വാസത്താലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ദൈവം തമ്പുരാൻ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള പോലെ ഉള്ള ജീവിതമാണ്. അങ്ങനെയുള്ള ജീവിതം അങ്ങനെ നമ്മൾ ജീവിക്കാം. അല്ലാതെ നമ്മൾ ജീവിക്കരുത്. അപ്പൊ ഒരാൾ ചത്തു, ഒരാൾ സ്വർഗത്തിലേക്ക് പോയി. 2 പേർക്കും ഒരേ കാര്യമാണ്. എന്താണ്? വിശ്വാസത്താൽ മരിച്ചു, വിശ്വാസത്താൽ ജീവിച്ചു. വിശ്വാസത്താൽ ബലിയായി തീർന്നു, വിശ്വാസത്താൽ എടുക്കപ്പെട്ടു, വിശ്വാസത്താൽ സാക്ഷ്യം പ്രാപിച്ചു. നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വചനാടിസ്ഥാനമായിരിക്കണം. വചനത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ചെയ്യണം. ആളുകളോട് പറഞ്ഞാൽ ഒന്നുമില്ല, നാളെ രാവിലെ എത്തിയേക്കാം, വരുമോ? 14 നാളെ കഴിഞ്ഞാലും ആള് വരത്തില്ല. കള്ളൻ എന്ന് പറഞ്ഞാൽ വെറും കരിങ്കള്ളൻ. കാരണം ഒരു മനുഷ്യന്റെ സത്യസന്ധത അറിയുന്ന നാക്കുകൊണ്ടാണ്. വാക്കിൽ തെറ്റാഞ്ഞാൽ ശരീരത്തെ മുഴുവൻ, അങ്ങനെയല്ലേ പറഞ്ഞത്? യാക്കോബ് പറഞ്ഞ അങ്ങനെ വാക്കിൽ. അപ്പൊ ഇവൻ വാക്കിൽ തെറ്റിയാൽ മനസ്സിലാക്കണം, ഇവൻ ഏത് കാര്യത്തിൽ തെറ്റുന്നവനും ചതിക്കുന്നതിനും വഞ്ചിക്കുന്നതിനുമാണ്. 8 മണിക്ക് വരാമെന്ന് പറഞ്ഞാൽ 7:50 ആകുമ്പോൾ ചെന്നിരിക്കണം. അങ്ങനെ വേണം മനുഷ്യൻ. അങ്ങനെ ചെയ്യില്ല. ജോലിക്കാരെല്ലാവരും അതെ. തയ്യക്കാരൻ്റെ ഷർട്ട് കൊടുത്തേ, എന്ന് തരാം, തിങ്കളാഴ്ച വാ. തിങ്കളാഴ്ച ചെല്ലുമ്പോ, സാർ 2 ദിവസം കഴിഞ്ഞ് ചെല്ലുമ്പോ വളരെ തിരക്കായിരുന്നു, ഒരാഴ്ച കഴിഞ്ഞു വാ. ഇത് അവരുടെ പതിവാ. കാരണം സത്യസന്ധത എന്ന് പറഞ്ഞാൽ അവന്റെ അയൽവക്കത്തൂടെ പോയിട്ടുണ്ട്. വിശ്വാസികളും അങ്ങനെ തന്നെയാണ്. സമയത്തിന്റെ കാര്യത്തിലുമില്ല, കൊടുക്കവാങ്ങലിന്റെ കാര്യത്തിലുമില്ല, ഒന്നുമില്ല. ചില ആളുകൾ അങ്ങനല്ല. 8:30 ആകുമെന്ന് പറഞ്ഞാൽ അവർ 8:25 ആകുമ്പോൾ സന്നിധരായി റെഡിയായിരിക്കും. അല്ലെങ്കിൽ അവർ വിളിച്ചു പറയും.
എനിക്ക് ഈ അമേരിക്കക്കാരുടെ പല കാര്യങ്ങളും ഇഷ്ടമല്ലെങ്കിലും അവരുടെ പങ്ക്ച്വാലിറ്റി എനിക്ക് ഇഷ്ടമാണ്. അവരുടെ ഒരു ഓഫീസിൽ ചെന്ന്, ഒരു ഡോക്ടർ ഓഫീസിൽ ചെന്ന് 8:30 അവർക്ക് അപ്പോയിന്റ്മെന്റ് തന്നാൽ 8:20 ആകുമ്പോൾ നമ്മളവിടെ ചെത്തിയാൽ ചിലപ്പോൾ അവർ 8:25 ആകുമ്പോൾ അവരെ നമ്മളൊക്കെ വന്ന് പറയും, സാറേ ഒരു എമർജൻസി കേസ് വന്നു സാർ, 10 മിനിറ്റ് ക്ഷമിക്കണം, യു വിൽ ബി കോൾഡ് ഓൺലി അറ്റ് 9 o'clock, ഹാഫ് ആൻ അവർ ടു ടേക്ക്, സാർ എന്തെങ്കിലും ചെയ്യാനുള്ളത് ചെയ്തു. നമ്മളെ അവിടെ ഇരുത്തി വിഷമിപ്പിക്കുക. നമ്മുടെ ആൾ കണ്ടോ, ആ 8 മണിക്ക് വരാൻ പറഞ്ഞ് ഡോക്ടർ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ 4 ആയാലും വരത്തില്ല. ഒക്കെ കള്ളന്മാരാന്ന്. പിന്നെ നമുക്ക് അവരെ കൂടെ ജീവിക്കാൻ നോക്കിയില്ല. കാരണം കത്തി അവൻ്റെ കയ്യിലില്ലേ, കത്തി നമ്മുടെ കയ്യിലല്ലേ. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ സഹിച്ച് നിങ്ങളുടെ വാക്ക് ഉവെന്ന് പറഞ്ഞാൽ ഉവെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം 8 മണിക്ക് വരാൻ പറഞ്ഞാൽ ഉവെന്ന് പറഞ്ഞാൽ എത്ര? 8 മണി. വിശ്വാസമുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുന്നത് മാത്രമല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. അത് വിശ്വാസത്തിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ്. ഇവിടെ പറഞ്ഞ വിശ്വാസ വീരന്മാരൊന്നും യേശു അവർക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിച്ചവരല്ല, യേശുവിന്റെ വചനം അനുസരിച്ച് ജീവിച്ചവരാണ്. വിശ്വാസികളെ വചനപ്രകാരം ജീവിക്കണം. അങ്ങനെ വേണം ജീവിക്കാൻ. ഏത് കാര്യത്തിലും അങ്ങനെ വേണം ജീവിക്കാൻ. തിന്നുന്നതിലും കുടിക്കുന്നതിലും കൊടുക്കുന്നതിലും വാങ്ങുന്നതിലും പോകുന്നതിലും വരുന്നതിലും എല്ലാം അങ്ങനെ വേണം ജീവിക്കാൻ. ഡിസിപ്ലിൻ ഉള്ളവരാ ജീവിക്കും. അതില്ലെന്നുള്ളത് സങ്കടകരമായ ഒരു കാര്യമാണ്. പല കാര്യങ്ങളും സഹോദരന്മാർ പറയുമ്പോൾ കേൾക്കുമ്പോൾ എനിക്കറിയാം വെറും നുണയാ പറയുന്നത് കേട്ടോ, വെറും നുണ അടിച്ചു വിടുക. കേൾക്കുമ്പോൾ അറിയാം അത് അതുപോലെ തന്നെ ആയിരിക്കും. വരാമെന്ന് പറഞ്ഞാൽ വരികയില്ല, തരാമെന്ന് പറഞ്ഞാൽ തരികയില്ല, ഒന്നും ചെയ്യും. എന്താ ഇന്നലെ യോധന കണ്ടില്ല, ഒരു തലവേദന, വെറും നുണയാ. ആ തലവേദന കൊണ്ടല്ലോ വരായിരുന്നു, താല്പര്യമില്ലാഞ്ഞുകൊണ്ട് വരായിരുന്നു. കാരണം ഇന്നലെ ആ തലവേദന കൊണ്ടാണ് ജോലിക്ക് പോയത്, മിനിഞ്ഞാന്നും ആ തലവേദന കൊണ്ടാണ് ജോലിക്ക് പോയത്. ബൈബിൾ ക്ലാസ് ഉള്ള ദിവസം മാത്രമേ ഉള്ളൂ ഈ തലവേദന, അല്ലാത്ത ദിവസങ്ങളൊന്നുമില്ല. നാളെ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകും, തലവേദനയൊന്നും വിഷയമാണ്. അപ്പൊ ആളുകൾ ഇങ്ങനെ ഓരോന്ന് പറയുന്നു. ഇപ്പൊ വിശ്വാസത്താൽ ജീവിക്കാൻ നമ്മൾ പഠിക്കണം സഹോദരിമാരെ. ഭർത്താവ് ഓഫീസ് കഴിഞ്ഞ് വരുമ്പോ ഇവിടെ കാര്യങ്ങളൊന്നും ശരിയല്ല. ഇന്ന് കൊച്ചങ്ങ് കരച്ചില്ലായിരുന്നു. കൊച്ചിനെ നുള്ളി കരപ്പിച്ചിട്ട് എന്താ TV വച്ചുകയാണ് മുഴുവൻ സമയം. എന്നിട്ട് സമയം നോക്കുമ്പോൾ അയ്യോ 5 മണിയായി, ഒന്നും ആയിട്ടില്ല. ഇതിന് പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ആക്കി നോക്കി വെച്ചിട്ട് ഇന്നെന്താ ഇങ്ങനെ ആയി, അയ്യോ കൊച്ചങ്ങ് കരച്ചില്ലായിരുന്നു. ആ കൊച്ചു കരയാതിരിക്കുമോ? പിറ്റേ ദിവസം ആ കൊച്ചു രാവിലെ തുടങ്ങി കരച്ചിലായി. കാരണം ദൈവം ഇന്നലെ നുണ പറഞ്ഞ് ഭർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് നാളെ നിങ്ങൾ കരഞ്ഞാൽ കൊച്ചു കരഞ്ഞാൽ നിങ്ങൾ എടുത്തുകൊണ്ട് നടന്ന് വശം കിട്ടും. നുണ പറഞ്ഞ് നമുക്ക് ജീവിക്കാനുണ്ട് ഇല്ല. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. ശരി, സമയമായതുകൊണ്ട് ഞാൻ നിർത്താം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.